1789 പസഫിക് സമുദ്രത്തിന്റെ വിജനമായ വിരിമാറിൽ നടന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് മ്യൂട്ടിനി ഓൺ ദ ബൗണ്ടി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ലോകത്തെ നടുക്കിയ കപ്പൽ ലഹളയുടെയും തുടർന്നുണ്ടായ അവിശ്വസനീയമായ അതിജീവനത്തിന്റെയും കഥ. ഒരു വശത്ത് കാർക്കശ്യക്കാരനായ എന്നാൽ അസാമാന്യമായ കഴിവും അച്ചടക്കവുമുള്ള ക്യാപ്റ്റൻ വില്യം ബ്ലായ്, മറുവശത്ത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യനും എന്നാൽ പിന്നീട് ബദ്ധശത്രുവായി മാറിയതുമായ ഫ്ലെച്ചർ ക്രിസ്ത്യൻ. സ്നേഹവും വെറുപ്പും, ചതിയും പ്രതികാരവും, മരണവും അതിജീവനവും എല്ലാം കൂടിക്കലർന്ന ഒരു ഇതിഹാസ യാത്രയാണിത്. വെറും 23 അടി നീളമുള്ള ഒരു കൊച്ചു വള്ളത്തിൽ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ 3600 മൈലുകൾ താണ്ടിയ 19 മനുഷ്യരുടെ കഥ. ആധുനിക മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത സഹനശക്തിയുടെയും ഇച്ഛാശക്തിയുടെയും നേർസാക്ഷ്യം. വായനക്കാരെ, നമ്മൾ ആ ചരിത്രയാത്രയിലേക്ക് കപ്പൽ കയറുകയാണ്. ഒരു ചെറിയ അഭ്യർത്ഥന: നിങ്ങൾ ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നാണ് ഈ കഥ വായിക്കുന്നത്? അവിടെ ഇപ്പോഴത്തെ സമയം എത്രയാണ്? ദയവായി താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും ഈ യാത്രയ്ക്ക് ഊർജം പകരും. ഇനി നമുക്ക് 1789 ആ ഏപ്രിൽ പ്രഭാതത്തിലേക്ക് പോകാം. 789 ഏപ്രിൽ 28. സമയം പുലർച്ചെ. പസഫിക് സമുദ്രം ശാന്തമായിരുന്നു. നേരിയ കാറ്റ് HMS ബൗണ്ടി എന്ന കപ്പലിന്റെ പായകളെ തഴുകി കടന്നുപോകുന്നു. കപ്പലിലെ ക്യാപ്റ്റന്റെ ക്യാബിനിൽ ലഫ്റ്റനന്റ് വില്യം ബ്ലൈ ഗാഠനിദ്രയിലായിരുന്നു. മാസങ്ങളായി തുടരുന്ന കടൽ യാത്രയുടെ ക്ഷീണം ആ ഉറക്കത്തിൽ പ്രകടമായിരുന്നു. എന്നാൽ ആ ശാന്തത ഒരു കൊടുങ്കാറ്റിനു മുൻപുള്ള നിശബ്ദത മാത്രമാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. കഴുത്തിൽ തണുത്ത ലോഹം അമരുന്നതിന്റെ മരവിപ്പിക്കുന്ന സ്പർശനം ബ്ലൈയെ ഞെട്ടിയുണർത്തി. കണ്ടു തുറന്നപ്പോൾ കണ്ട കാഴ്ച വിശ്വസിക്കാൻ അദ്ദേഹത്തിനായില്ല. മങ്ങിയ വെളിച്ചത്തിൽ തന്റെ മുന്നിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, ഫ്ലെച്ചർ ക്രിസ്ത്യൻ. വർഷങ്ങളായി താൻ സ്വന്തം മകനെപ്പോലെ കൂടെ കൊണ്ടു നടന്ന, നാവികവിദ്യയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചുകൊടുത്ത തന്റെ വലം കൈയായിരുന്ന അതേ ഫ്ലെച്ചർ ക്രിസ്ത്യൻ. പക്ഷെ ആ കണ്ണുകളിൽ പഴയ ബഹുമാനമോ സ്നേഹമോ ഉണ്ടായിരുന്നില്ല. പകരം ഭ്രാന്തമായ ഒരു വെളിച്ചം അവിടെ കത്തിജ്വലിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു കൂർത്ത ബയനറ്റുണ്ടായിരുന്നു. അത് ബ്ലൈയുടെ തൊണ്ടയിൽ അമർന്നിരുന്നു. ശബ്ദമുണ്ടാക്കിയാൽ മരണമുറപ്പ്, ക്രിസ്ത്യൻ പതുക്കെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. മിണ്ടാതെ കിടന്നോളൂ, അല്ലെങ്കിൽ ഇവിടെ കിടന്നു തന്നെ മരിക്കേണ്ടിവരും. ബ്ലൈക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഏതാനും നിമിഷങ്ങൾ വേണ്ടിവന്നു. 35 വയസ്സുള്ള വില്യം ബ്ലൈ ഇതിഹാസ നായകനായ ക്യാപ്റ്റൻ കുക്കിനൊപ്പം ലോകം ചുറ്റിയ, റോയൽ നേവിയിൽ എല്ലാവരും ആദരവോടെ കാണുന്ന ഒരു നാവികനായിരുന്നു. സമുദ്രത്തിലെ ഏതു വമ്പൻ തിരമാലയെയും മെരുക്കിയെടുക്കാൻ കഴിവുള്ള നാവികൻ. പക്ഷേ സ്വന്തം കപ്പലിലെ സ്വന്തം മുറിയിൽ വെച്ച് ഇത്തരമൊരു ചതി അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ ബൈനറ്റിന്റെ മുനയിൽ അദ്ദേഹത്തിന്റെ നാവിക പാരമ്പര്യവും അധികാരവുമെല്ലാം നിഷ്പ്രഭമായിപ്പോയി. എന്താണിതിന്റെ അർത്ഥം മിസ്റ്റർ ക്രിസ്ത്യൻ? ബ്ലൈ ചോദിക്കാൻ ശ്രമിച്ചു. പക്ഷേ വാക്കുകൾ പുറത്തു വന്നില്ല. അപ്പോഴേക്കും മറ്റു വിമതരായ നാവികർ മുറിയിലേക്ക് ഇരച്ചുകയറി. അവരുടെ മുഖങ്ങളിൽ കൊലവെറിയുണ്ടായിരുന്നു. ബ്ലൈയെ അവർ ബലമായി പിടിച്ചെഴുന്നേൽപ്പിച്ചു. പാതി നഗ്നനായി നൈറ്റ് ഷർട്ട് മാത്രം ധരിച്ച അവസ്ഥയിൽ അവർ അദ്ദേഹത്തെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി. ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയൊരു അപമാനം വേറെയില്ല. സ്വന്തം കീഴുദ്യോഗസ്ഥരുടെ മുന്നിൽ നിസ്സഹായനായി വസ്ത്രം പോലും ശരിയായി ധരിക്കാതെ നിൽക്കേണ്ടിവരിക. അവർ അദ്ദേഹത്തെ കപ്പലിന്റെ ഡെക്കിലേക്ക് വലിച്ചിഴച്ചു. പുറത്ത് സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ. കപ്പലിലെ മറ്റു നാവികർ ഭയന്ന കണ്ണുകളോടെ ചുറ്റും നിൽക്കുന്നു. ചിലർ തോക്കുകളും വാളുകളുമായി കാവൽ നിൽക്കുന്നു. ആർക്കും ഒന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥ. മുട്ടുകുത്തു! ക്രിസ്ത്യൻ അലറി. അയാളുടെ ശബ്ദം കോപം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബ്ലൈ നിവർന്നു നിൽക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ചെയ്യുന്നതെന്താണെന്ന് ബോധ്യമുണ്ടോ? ഇത് രാജാവിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഇതിനുള്ള ശിക്ഷ മരണമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ബ്ലൈ ചോദിച്ചു. ഞാൻ നരകത്തിലാണ് ക്യാപ്റ്റൻ. മാസങ്ങളായി ഞാൻ നരകത്തിലാണ്, ക്രിസ്ത്യൻ തിരിച്ചടിച്ചു. നിങ്ങളാണ് എന്നെ അവിടെ എത്തിച്ചത്. ഇനി എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. തഹീത്തി ദ്വീപിലെ സുഖലോലുപമായ ജീവിതത്തിനു ശേഷം കപ്പലിലെ കർക്കശമായ അച്ചടക്കത്തിലേക്ക് തിരിച്ചുപോരാൻ ക്രിസ്ത്യനും കൂട്ടരും തയ്യാറല്ലായിരുന്നു. ബ്ലൈയുടെ അച്ചടക്കവും നിയന്ത്രണങ്ങളും അവർക്ക് അസഹനീയമായി തോന്നിയിരുന്നു. അതിന്റെ ഫലമാണ് ഈ പൊട്ടിത്തെറി. പക്ഷെ ബ്ലൈ ഒരിക്കലും കരുതിയിരുന്നില്ല അതിത്രത്തോളം വളരുമെന്ന്. ക്രിസ്ത്യൻ ഉത്തരവിട്ടു. ബോട്ടുകൾ താഴ്ത്തു. അവർ തിരഞ്ഞെടുത്തത്
കപ്പലിലെ ഏറ്റവും ചെറിയ ബോട്ടായിരുന്നു. വെറും 23 അടി മാത്രം നീളമുള്ള പഴകിയ ഒരു ലോഞ്ച് ബോട്ട്. സാധാരണഗതിയിൽ കുറച്ചാളുകളെയും സാധനങ്ങളെയും മാത്രം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒന്ന്. ഇവരെയെല്ലാം അതിൽ കയറ്റൂ, ക്രിസ്ത്യൻ ആജ്ഞാപിച്ചു. ബ്ലൈയോട് കൂറുപുലർത്തിയ 18 നാവികരെ അവർ തെരഞ്ഞുപിടിച്ചു. അവരെ ഓരോരുത്തരെയായി ആ ചെറിയ വള്ളത്തിലേക്ക് തള്ളിവിട്ടു. കപ്പലിലെ മാസ്റ്റർ, ഗണ്ണർ, സർജൻ തുടങ്ങിയ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം അതിലുൾപ്പെട്ടിരുന്നു. അവസാനം ബ്ലൈയെയും അവർ അതിലേക്ക് തള്ളി. 19 മനുഷ്യർ ആ ചെറിയ വള്ളത്തിൽ തിങ്ങി നിറഞ്ഞു. വള്ളം വല്ലാതെ താഴ്ന്നുപോയി. വെള്ളപ്പരപ്പിൽ നിന്ന് വെറും 7 ഇഞ്ച് മാത്രം ഉയരമേ വള്ളത്തിന്റെ വശങ്ങൾക്കുള്ളൂ. ഫ്രീബോർഡ്. ആരെങ്കിലും ഒന്ന് അനങ്ങിയാൽ അല്ലെങ്കിൽ ചെറിയൊരു തിരയടിച്ചാൽ വള്ളം മറിഞ്ഞു പോകാവുന്ന അവസ്ഥ. ഇവർക്കാവശ്യമുള്ളത് കൊടുക്കൂ, ക്രിസ്ത്യൻ പരിഹാസത്തോടെ പറഞ്ഞു. അവർ വള്ളത്തിലേക്ക് എറിഞ്ഞുകൊടുത്തത് ജീവൻ നിലനിർത്താൻ വേണ്ടുന്നതിന്റെ 10-1 സാധനങ്ങൾ പോലുമായിരുന്നില്ല. 150 പൗണ്ട് റൊട്ടി, ഹാർട്ട് ടാക്ക്, 28 ഗാലൻ വെള്ളം, കുറച്ച് റമ്മ്, വീഞ്ഞ്. നാവിഗേഷന് വഴി കണ്ടുപിടിക്കാൻ അത്യാവശ്യമായ ഭൂപടങ്ങളോ ചാർട്ടുകളോ അവർ നൽകിയില്ല. ഒരു വടക്കുനോക്കി യന്ത്രം മാത്രമാണ് ബ്ലൈയുടെ കൈവശമുണ്ടായിരുന്നത്. കപ്പലിലെ സസ്യശാസ്ത്രജ്ഞനായ ഡേവിഡ് നെൽസൺ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, ദയവായി എന്റെ ഗവേഷണ കുറിപ്പുകളെങ്കിലും തന്നൂടെ, അതെന്റെ ജീവിതമാണ്. ഒരു വിമതൻ ചിരിച്ചുകൊണ്ട് ആ കടലാസുകെട്ടുകൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനി നിനക്കിതിന്റെ ആവശ്യമില്ല, അയാൾ വിളിച്ചു പറഞ്ഞു. ബൗണ്ടി കപ്പലിലെ റെയിലിൽ പിടിച്ച് താഴേക്ക് നോക്കി നിൽക്കുന്ന ക്രിസ്ത്യനെ ബ്ലൈ നോക്കി. ആ മുഖത്ത് ഒരു നിമിഷം കുറ്റബോധം മിന്നിമറയുന്നത് ബ്ലൈ കണ്ടു. ചെയ്തത് തെറ്റായിപ്പോയോ എന്നൊരു സംശയം. പക്ഷേ ഇനി തിരിച്ചുപോക്കില്ലെന്ന് ക്രിസ്ത്യൻ അറിയാമായിരുന്നു. ബ്ലൈ തല ഉയർത്തിപ്പിടിച്ചു. അപമാനവും ദേഷ്യവും കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും തന്റെ പഴയ ശിഷ്യനെ നോക്കി അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, മിസ്റ്റർ ക്രിസ്ത്യൻ, നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ എന്നേക്കുമായി നരകത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. ഇതിന് ദൈവം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ക്രിസ്ത്യൻ ഒന്നും മിണ്ടിയില്ല. അയാൾ കൈവീശി. കപ്പലിലെ കയറുകൾ അറുത്തുമാറ്റി. ബൗണ്ടിക്കപ്പൽ സാവധാനം അകലേക്ക് നീങ്ങിത്തുടങ്ങി. ആ വലിയ കപ്പലിന്റെ നിഴലിൽ നിന്ന് ആ ചെറിയ വള്ളം അനന്തമായ സമുദ്രത്തിന്റെ നടുവിലേക്ക് ഒഴുകി നീങ്ങി. ഒരാഴ്ച, കൂടിപ്പോയാൽ 2 ആഴ്ച. അതിനുള്ളിൽ ഇവരെല്ലാം മരിച്ചിരിക്കും. കപ്പലിലെ ഏതോ ഒരു വിമതൻ പറയുന്നത് കാറ്റിലൊഴുകിയെത്തി. അത് സത്യമായിരുന്നു. ആരും അവരെ രക്ഷപ്പെടാൻ അനുവദിച്ചതല്ല, മറിച്ച് രക്തം പുരളാതെ കൊല്ലാൻ വിധിച്ചതായിരുന്നു. ബൗണ്ടിക്കപ്പൽ ചക്രവാളത്തിൽ ഒരു പൊട്ടുപോലെ മാഞ്ഞുപോകുന്നതുവരെ ആ 19 പേരും അനങ്ങാതെ നോക്കിയിരുന്നു. ചുറ്റും കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന നീലസമുദ്രം മാത്രം. തലയ്ക്കു മുകളിൽ ഉച്ചവെയിൽ കത്തിക്കാളാൻ തുടങ്ങുന്നു. പ്രതീക്ഷയുടെ ഒരു കച്ചിത്തുരുമ്പ് പോലും അവർക്ക് മുന്നിലില്ലായിരുന്നു. മരണം തൊട്ടടുത്തെത്തി നിൽക്കുന്നു. പക്ഷേ ആ വള്ളത്തിൽ വില്യം ബ്ലൈ എന്ന മനുഷ്യനുണ്ടായിരുന്നു. ചരിത്രം കണ്ട ഏറ്റവും വാശിയേറിയ, തോൽക്കാൻ മനസ്സില്ലാത്ത നാവികൻ. അദ്ദേഹം തന്റെ വിശ്വസ്തരായ നാവികരെ നോക്കി. അവരുടെ കണ്ണുകളിൽ ഭയം നിഴലിക്കുന്നത് അദ്ദേഹം കണ്ടു. കരയരുത്, ബ്ലൈയുടെ ശബ്ദം ആ നിശബ്ദതയെ കീറിമുറിച്ചു. നമ്മൾ മരിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ ആരെയും ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. ഇതെന്റെ വാക്കാണ്. പക്ഷേ ആ വാക്ക് പാലിക്കാൻ അവർക്ക് മുന്നിലുള്ളത് നരകതുല്യമായ പരീക്ഷണങ്ങളായിരുന്നു. ആ 23 അടി നീളമുള്ള വള്ളം പസഫിക് സമുദ്രത്തിന്റെ വിസ്തൃതിയിൽ ഒരു ചെറിയ പൊട്ടുപോലെ ഒഴുകി നടന്നു. ചുറ്റും ഭയാനകമായ നിശബ്ദത. വള്ളത്തിലുണ്ടായിരുന്ന 19 പേരും ഇതുവരെ നടന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ സ്തംഭിച്ചിരിക്കുകയായിരുന്നു. അവരുടെ മനസ്സിൽ ഒരേയൊരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ: എങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയത്? ക്യാപ്റ്റൻ ബ്ലൈ വള്ളത്തിന്റെ അമരത്തിരുന്ന് ദൂരേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ദേഷ്യവും സങ്കടവും തിരതല്ലുന്നുണ്ടായിരുന്നു. ഈ ദുരന്തത്തിന് വിത്തുകൾ പാകിയത് ഇന്നോ ഇന്നലെയോ അല്ല എന്നദ്ദേഹത്തിനറിയാമായിരുന്നു. അത് മാസങ്ങൾക്ക് മുൻപ് അവർ തഹീത്തി എന്ന മാന്ത്രിക ദ്വീപിൽ കാലുകുത്തിയ നിമിഷം മുതൽ തുടങ്ങിയതാണ്. ഈ യാത്രയുടെ തുടക്കം വളരെ ലളിതമായൊരു ദൗത്യമായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്കായുള്ള ഒരു യാത്ര. വെസ്റ്റ് ഇൻഡീസിലെ കരിമ്പുതോട്ടങ്ങളിൽ പണിയെടുക്കുന്ന അടിമകൾക്ക് ചെലവ് കുറഞ്ഞ ഭക്ഷണം നൽകുക എന്നതായിരുന്നു ബ്രിട്ടനിന്റെ ലക്ഷ്യം. അതിനായി തഹീത്തിയിൽ നിന്ന് ബ്രെഡ് ഫ്രൂട്ട് അഥവാ ശീമച്ചക്കച്ചെടികൾ ശേഖരിച്ച് വെസ്റ്റ് ഇൻഡീസിലെത്തിക്കുക. ഇതിനെ ബൊട്ടാനിക്കൽ ഇംപീരിയലിസം എന്ന് വിളിക്കാം. ഈ ദൗത്യവുമായാണ് HMS ബൗണ്ടി ഇംഗ്ലണ്ട് വിട്ടത്. മാസങ്ങൾ നീണ്ട കഠിനമായ കടൽയാത്രയ്ക്ക് ശേഷം അവർ തഹീത്തിയിലെത്തുമ്പോൾ നാവികരാകെ തളർന്നിരുന്നു.
പക്ഷേ തഹീത്തി അവർക്ക് നൽകിയത് ഒരു പുനർജന്മമായിരുന്നു. അതൊരു ദ്വീപ് മാത്രമായിരുന്നില്ല, ഭൂമിയിലെ സ്വർഗമായിരുന്നു. തഹീത്തിയിലെ 5 മാസങ്ങൾ ബൗണ്ടിയിലെ നാവികരെ ആകെ മാറ്റിമറിച്ചു. റോയൽ നേവിയുടെ കർക്കശമായ നിയമങ്ങളും ചട്ടങ്ങളും ശീലിച്ച അവർക്ക് തഹീത്തിയിലെ ജീവിതം ഒരു സ്വപ്നം പോലെ തോന്നി. അവിടെ ഭക്ഷണത്തിന് ക്ഷാമമില്ല, മരങ്ങളിൽ നിന്ന് നേരിട്ട് പറിച്ചെടുക്കാവുന്ന പഴങ്ങൾ, ശുദ്ധജലം, മാംസം. അതിലുപരി അവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, നാവികരെ അവർ തുറന്ന കൈകളോടെ സ്വീകരിച്ചു. കപ്പലിലെ കഠിനമായ ജോലികൾ മറന്ന് നാവികർ ദ്വീപ് നിവാസികളുമായി ഇഴകിച്ചേർന്നു. പലരും അവിടെ കുടുംബങ്ങൾ പോലെ ജീവിക്കാൻ തുടങ്ങി. ശരീരത്തിൽ തഹീത്തിക്കാരുടെ പച്ചക്കുത്തലുകൾ പതിപ്പിച്ചു. ഇംഗ്ലണ്ടിലെ തണുപ്പും പട്ടിണിയും ചാട്ടാവാറടിയും അവർ മറന്നു. അച്ചടക്കമെന്ന വാക്ക് അവർക്ക് പരിഹാസ്യമായി തുടങ്ങി. എന്തിനാണ് കഷ്ടപ്പെട്ടു പണിയെടുക്കുന്നത്? ഇവിടെ ഈ സ്വർഗത്തിൽ ജീവിതം ആഘോഷിച്ചുകൂടെ? ഇതായിരുന്നു പലരുടെയും ചിന്ത. ഫ്ലെച്ചർ ക്രിസ്ത്യൻ എന്ന 24-കാരനായിരുന്നു ഇതിലേറ്റവും കൂടുതൽ മാറ്റം വന്നത്. ബ്ലൈയുടെ വിശ്വസ്തനായ കുലീന കുടുംബത്തിൽ നിന്നുള്ള ആ യുവാവ് തഹീത്തിയിൽ വെച്ച് മറ്റൊരു മനുഷ്യനായി മാറി. ദ്വീപിലെ ജീവിതരീതിയുമായി അയാൾ അത്രയേറെ അടുത്തുപോയിരുന്നു. മൈത്തേയി എന്ന തഹീത്തി യുവതിയുമായി അയാൾ പ്രണയത്തിലായി എന്ന് പറയപ്പെടുന്നു. തിരികെ ഒരു നാവികനായി ജീവിക്കാൻ അയാൾക്കൊട്ടും താൽപ്പര്യമില്ലായിരുന്നു. പക്ഷേ 5 മാസങ്ങൾക്ക് ശേഷം ആ സ്വർഗവാതിൽ അടഞ്ഞു. കപ്പൽ പുറപ്പെടാൻ ബ്ലൈ ഉത്തരവിട്ടു. അതൊരു ഹൃദയഭേദകമായ നിമിഷമായിരുന്നു. പല നാവികരും കരഞ്ഞുകൊണ്ടാണ് കപ്പലിലേക്ക് തിരികെ കയറിയത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ആ സുഖലോലുപമായ ജീവിതത്തെയും ഉപേക്ഷിച്ച് വീണ്ടും കടലിന്റെ നരകത്തിലേക്ക്. കപ്പൽ തഹീത്തിയിൽ നിന്നകലുംതോറും നാവികരുടെ മനസ്സ് കലുഷിതമായി. പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദമിനെപ്പോലെ അവർ വേദനിച്ചു. കപ്പലിലെ ജീവിതം അവർക്ക് അസഹനീയമായി. 91 അടി നീളമുള്ള ബൗണ്ടി കപ്പലിൽ 44 പേർ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്നു. ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷം. തഹീത്തിയിലെ വിശാലമായ തീരങ്ങളിൽ ഉറങ്ങിയിരുന്ന അവർക്ക് കപ്പലിലെ ഇടുങ്ങിയ ഹാമോക്കുകൾ, തൂക്കുവിരിപ്പുകൾ, ശവപ്പെട്ടികൾ പോലെ തോന്നി. ഇതിനിടയിൽ ക്യാപ്റ്റൻ ബ്ലൈയുടെ അച്ചടക്ക നടപടികൾ കൂടുതൽ കർക്കശമായി. തഹീത്തിയിൽ വെച്ച് അയഞ്ഞുപോയ അച്ചടക്കം തിരിച്ചുപിടിക്കാൻ അദ്ദേഹം കിണഞ്ഞു ശ്രമിച്ചു. 16 മണിക്കൂർ നീളുന്ന ജോലി സമയം, ചെറിയ തെറ്റുകൾക്ക് പോലും ചാട്ടവാറടി, പരസ്യമായ ശാസനകൾ. ബൗണ്ടി കപ്പൽ ഒരു പ്രഷർ കുക്കർ പോലെയായി. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥ. ഫ്ലെച്ചർ ക്രിസ്റ്റനും ബ്ലൈയും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരുന്നു. ഒരു കാലത്ത് സുഹൃത്തുക്കളെപ്പോലെയായിരുന്ന അവർക്കിടയിൽ വെറുപ്പിന്റെ മതിൽ വളർന്നു. ബ്ലൈയുടെ ഓരോ വാക്കുകളും ക്രിസ്റ്റ്യനെ മുറിവേൽപ്പിച്ചു. തന്റെ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ക്രിസ്റ്റ്യൻ നടന്നു. ലഹളയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ആ വെറുപ്പിനെ അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിച്ചു. കപ്പലിലെ സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്ന തേങ്ങകൾ കാണാനില്ലെന്ന് ബ്ലൈ കണ്ടെത്തി. മിസ്റ്റർ ക്രിസ്റ്റ്യൻ, കപ്പലിലെ ജീവനക്കാരുടെ മുന്നിൽ വെച്ച് ബ്ലൈ ഗർജിച്ചു. നിങ്ങളൊരു കള്ളനാണ്. രാജാവ് ജോർജിന്റെ സാധനങ്ങൾ മോഷ്ടിക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കുന്നുവോ? അതൊരു വലിയ ആരോപണമായിരുന്നു. ഒരു ഓഫീസറെ സംബന്ധിച്ചിടത്തോളം കള്ളൻ എന്ന വിളി കേൾക്കുന്നത് മരണത്തേക്കാൾ വലിയ അപമാനമാണ്. ക്രിസ്റ്റ്യന്റെ മുഖം വിളറി വെളുത്തു. അപമാനവും കോപവും കൊണ്ട് അയാളുടെ കൈകൾ വിറച്ചു. സർ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, അയാൾ പറയാൻ ശ്രമിച്ചു. പക്ഷേ ബ്ലൈ അത് കേൾക്കാൻ തയ്യാറായില്ല. അന്ന് രാത്രി ക്രിസ്റ്റ്യൻ ഉറങ്ങിയില്ല. ഞാൻ നരകത്തിലാണ്, അയാൾ സ്വയം പിറുപിറുത്തുകൊണ്ടിരുന്നു. ഓരോ നിമിഷവും ബ്ലൈയുടെ പരിഹാസവാക്കുകൾ അയാളുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. തഹീത്തിയിലെ സമാധാനവും കപ്പലിലെ നരകവും തമ്മിലുള്ള അന്തരം അയാളുടെ സമനില തെറ്റിച്ചു. കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടാലോ എന്നയാൾ ആദ്യം ചിന്തിച്ചു. ഒരു ചെറിയ വള്ളം നിർമ്മിച്ച് തഹീത്തിയിലേക്ക് തിരിച്ചുപോയാലോ? പക്ഷേ അത് ആത്മഹത്യാപരമായിരുന്നു. ശ്രാവുകൾ നിറഞ്ഞ കടലിൽ ഒറ്റയ്ക്ക് രക്ഷപ്പെടാനാവില്ല. അങ്ങനെയാണ് ഏപ്രിൽ 28 പുലരിയെത്തിയത്. ഉറക്കമില്ലാത്ത രാത്രികൾക്കൊടുവിൽ ക്രിസ്റ്റ്യന്റെ മനസ്സൊരു തീരുമാനത്തിലെത്തി. ഇനി സഹിക്കാൻ വയ്യ. ഒന്നെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ ഈ നരകത്തിൽ നിന്നും മോചനം നേടുക. ആ നിമിഷത്തെ ഭ്രാന്തമായ ആവേശത്തിലാണ് അയാൾ ആയുധപ്പുരയിലേക്ക് പോയതും ബയണറ്റ് കയ്യിലെടുത്തതും. അതിന്റെ ഫലമാണ് ഇപ്പോൾ ഈ നടുകടലിൽ ഒഴുകി നടക്കുന്ന 19 മനുഷ്യർ. വള്ളത്തിലിരുന്നുകൊണ്ട് ബ്ലൈ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു. താൻ ചെയ്തത് തന്റെ കടമ മാത്രമായിരുന്നു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ
അച്ചടക്കം പാലിക്കുക എന്നത് അത്യാവശ്യമാണ്. പക്ഷേ അത് തന്റെ ശിഷ്യനെ ഇങ്ങനെയൊരു ചതിയിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം കരുതിയില്ല. വെള്ളം, തൊട്ടടുത്തിരുന്നൊരു നാവികന്റെ നേർത്ത ശബ്ദം ബ്ലൈയെ ചിന്തകളിൽ നിന്നുണർത്തി. യാഥാർത്ഥ്യം കഠിനമാണ്. അവരിപ്പോൾ നടുക്കടലിലാണ്. സൂര്യൻ ഉച്ചസ്ഥായിയിലേക്ക് നീങ്ങുന്നു. ചൂട് കൂടിക്കൂടി വരുന്നു. കൈവശമുള്ളത് നാമമാത്രമായ ഭക്ഷണവും വെള്ളവും. കരകാണാ ദൂരത്തോളം പരന്നുകിടക്കുന്ന സമുദ്രം. ബ്ലൈ എഴുന്നേറ്റു. വള്ളം ആകെ ആടിയുലഞ്ഞു. അദ്ദേഹം തന്റെ കൂടെയുള്ളവരെ നോക്കി. അവരുടെ കണ്ണുകളിൽ നിരാശ പടർന്നു തുടങ്ങിയിരുന്നു. ജോൺ ഫ്രയർ, കപ്പലിലെ മാസ്റ്റർ, പറഞ്ഞു, "ക്യാപ്റ്റൻ, ഈ ചെറിയ വള്ളത്തിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടാനാണ്? സ്രാവുകളോ കൊടുങ്കാറ്റോ പട്ടിണിയോ, എന്തായാലും മരണമുറപ്പാണ്." ബ്ലൈ അയാളെ രൂക്ഷമായി നോക്കി. "നിങ്ങൾ വിചാരിക്കുന്നതുപോലെ അത്ര എളുപ്പത്തിൽ മരിക്കാൻ ഞാൻ തയ്യാറല്ല, മിസ്റ്റർ ഫ്രയർ." അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്നൊരു ചെറിയൊരു ബുക്കെടുത്തു. നാവിഗേഷൻ കണക്കുകൂട്ടലുകൾക്കുള്ള ബുക്കാണ്. "നമുക്ക് മുന്നിൽ 2 വഴികളാണുള്ളത്. 1, ഇവിടെ കിടന്ന് മരിക്കുക. 2, അസാധ്യമായത് നേടുക." അദ്ദേഹം വടക്കുനോക്കി യന്ത്രം നോക്കി ദിശ നിശ്ചയിച്ചു. "നമ്മുടെ ആദ്യ ലക്ഷ്യം ടോഫുവ ദ്വീപാണ്. അവിടെ നിന്ന് നമുക്ക് വെള്ളവും ഭക്ഷണവും കിട്ടും. അതുകഴിഞ്ഞാൽ..." അദ്ദേഹം ഒരു നിമിഷം നിർത്തി. "അതുകഴിഞ്ഞാൽ നമ്മൾ നേരെ തിമോറിലേക്ക് പോകും." തിമോറോ? നാവികർ ഞെട്ടിപ്പോയി. അത് ആയിരക്കണക്കിന് മൈലുകൾ അകലെയല്ലേ? ഈ ചെറിയ വള്ളത്തിലോ? "അതെ, നമ്മളത് ചെയ്യും. പക്ഷെ അതിന് ഒരേ ഒരു നിബന്ധനയുള്ളൂ. എന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുക. വെള്ളം കുടിക്കുന്നതിലും ഭക്ഷണം കഴിക്കുന്നതിലും ഞാൻ പറയുന്ന കണക്കുകൾ തെറ്റിക്കാൻ പാടില്ല." അവർക്കതൊരു ഭ്രാന്തനാശയമായി തോന്നി. പക്ഷേ ആ മുഖത്തെ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ അവർക്ക് വേറെ വഴിയില്ലെന്ന് മനസ്സിലായി. കടലിന്റെ നടുവിൽ ആ 19 പേരും തങ്ങളുടെ ജീവൻ ആ മനുഷ്യന്റെ കൈകളിൽ ഏൽപ്പിച്ചു. പക്ഷേ ടോഫുവ ദ്വീപിൽ അവരെ കാത്തിരുന്നത് ആശ്വാസമായിരുന്നില്ല. ബൗണ്ടി കപ്പൽ അപ്രത്യക്ഷമായതിനു ശേഷം ആ 19 മനുഷ്യർ സഞ്ചരിച്ച ചെറിയ വള്ളം, ലോഞ്ച് ബോട്ട്, കടലിന്റെ കാരുണ്യത്തിനായി കേഴുകയായിരുന്നു. അവരുടെ ആദ്യ ലക്ഷ്യം ടോഫുവ ദ്വീപായിരുന്നു. അത് ദൂരെ ഒരിരുണ്ട നിഴൽ പോലെ കാണപ്പെട്ടപ്പോൾ വള്ളത്തിലുണ്ടായിരുന്നവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ വെളിച്ചം മിന്നി. "കര, നമ്മൾ രക്ഷപ്പെട്ടു!" നാവികർ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. പക്ഷേ ആ ആശ്വാസം അധികനേരം നീണ്ടുനിന്നില്ല. ദ്വീപിനു ചുറ്റും ആഞ്ഞടിക്കുന്ന തിരമാലകൾ വള്ളത്തെ കരയിലേക്കടുപ്പിക്കാൻ സമ്മതിച്ചില്ല. കൂറ്റൻ പാറക്കെട്ടുകളിൽ തട്ടി തിരമാലകൾ പതഞ്ഞു പൊങ്ങുന്നു. ഇതിനിടയിലൂടെ വള്ളം അടുപ്പിക്കുന്നത് ആത്മഹത്യാപരമാണ്. ഒടുവിൽ ദ്വീപിന്റെ ഒരു വശത്ത് താരതമ്യേന ശാന്തമായ ഒരു പ്രദേശം അവർ കണ്ടെത്തി. വള്ളം കരയിൽ മുട്ടിയതും നാവികർ ആവേശത്തോടെ പുറത്തേക്കു ചാടി. കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി അവർ ഉറച്ച മണ്ണിൽ ചവിട്ടി. ദാഹം കൊണ്ട് തൊണ്ട വരണ്ടുപോയ അവർ ആദ്യം തിരഞ്ഞത് വെള്ളമായിരുന്നു. പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഊറിവരുന്ന ചെറിയ ഉറവുകളിൽ നിന്ന് അവർ ആർത്തിയോടെ വെള്ളം കുടിച്ചു. അത് ഉപ്പുവെള്ളത്തിന്റെ രുചിയുള്ളതായിരുന്നു എങ്കിലും അപ്പോഴവർക്ക് അത് അമൃതിനേക്കാൾ മധുരമായി തോന്നി. ആദ്യത്തെ 2 ദിവസങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. അവർ ഒരു ഗുഹ കണ്ടെത്തി അവിടെ താവളമടിച്ചു. ദ്വീപിൽ നിന്ന് തേങ്ങകളും ചില പഴങ്ങളും ശേഖരിച്ചു. ദ്വീപിനിവാസികളായ ചില ആദിവാസികൾ അവരെ സമീപിച്ചു. തുടക്കത്തിൽ അവർ സൗഹൃദത്തോടെയാണ് പെരുമാറിയത്. നാവികർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബട്ടണുകളും ചെറിയ തുണിക്കഷ്ണങ്ങളും നൽകി പകരം തേങ്ങയും വെള്ളവും വാങ്ങി. എന്നാൽ 3-ാം ദിവസം കാര്യങ്ങൾ മാറിമറിഞ്ഞു. ദ്വീപിലെ ആദിവാസികളുടെ എണ്ണം കൂടിക്കൂടി വന്നു. ആദ്യം 10 പേർ, പിന്നെ 50. വൈകുന്നേരമായപ്പോഴേക്കും 100 കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടി. അവരുടെ മുഖഭാവങ്ങളിൽ മാറ്റം വന്നിരുന്നു. സൗഹൃദത്തിനു പകരം സംശയവും വെറുപ്പും അവിടെ നിഴലിച്ചു. "നിങ്ങളുടെ കപ്പലെവിടെ?" ആദിവാസികളുടെ നേതാവ് ബ്ലൈയോട് ആംഗ്യഭാഷയിൽ ചോദിച്ചു. ബ്ലൈ അപകടം മണത്തു. ഒരു വലിയ കപ്പൽ അടുത്തുണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ ഇവർ ഭയപ്പെടുകയുള്ളൂ. കപ്പൽ മുങ്ങിപ്പോയി. ബ്ലൈ കള്ളം പറഞ്ഞു. "ഞങ്ങൾ മാത്രം രക്ഷപ്പെട്ടു." പക്ഷേ ആ മറുപടി വിപരീത ഫലമാണുണ്ടാക്കിയത്. കപ്പലില്ല എന്നതിനർത്ഥം ഇവരെ സംരക്ഷിക്കാൻ ആരുമില്ല എന്നാണ്. ആദിവാസികൾ തമ്മിൽ നോക്കി ചിരിച്ചു. അതൊരു ക്രൂരമായ ചിരിയായിരുന്നു. അവർക്ക് മനസ്സിലായി, ഈ വെളുത്ത മനുഷ്യരിപ്പോൾ നിസ്സഹായരാണ്. അവരുടെ കയ്യിൽ തോക്കുകളില്ല, വലിയ ആയുധങ്ങളില്ല. സന്ധ്യ മയങ്ങിത്തുടങ്ങി. ചുറ്റുമുള്ള മലനിരകളിൽ നിന്ന് ശംഖുവിളികളുടെ ശബ്ദം മുഴങ്ങി. അത്
യുദ്ധത്തിനുള്ള കാഹളമായിരുന്നു. ആദിവാസികൾ കല്ലുകൾ കൂട്ടിയിടിച്ച് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ആ ശബ്ദം നാവികരുടെ രക്തം മരവിപ്പിച്ചു. ഇവർ നമ്മളെ ആക്രമിക്കാൻ പോവുകയാണ്, ബ്ലൈ തന്റെ സംഘത്തോട് പതുക്കെ പറഞ്ഞു. ഓടരുത്. പേടിച്ചു എന്നവർക്ക് തോന്നിയാൽ അവർ ചാടി വീഴും. സാധനങ്ങളെടുത്ത് സാവധാനം വള്ളത്തിലേക്ക് നടക്കുക. അതൊരു മരണയാത്രയായിരുന്നു. നൂറുകണക്കിന് ആദിവാസികൾ ആയുധങ്ങളുമായി ചുറ്റും നിൽക്കുന്നു. അവരുടെ നടുവിലൂടെ ഭയം പുറത്തു കാണിക്കാതെ ബ്ലൈയും സംഘവും വള്ളത്തിലേക്ക് നടന്നു. ഓരോ ചുവടും ശ്രദ്ധിച്ചാണ് വെച്ചത്. ഗണ്ണർ വില്യം പീക്കോവർ, സസ്യശാസ്ത്രജ്ഞൻ നെൽസൺ, ക്വാർട്ടർ മാസ്റ്റർ ജോൺ നോർട്ടൺ എന്നിവർ സാധനങ്ങൾ വള്ളത്തിലേക്ക് കയറ്റി. ബ്ലൈ അവസാനം വരെ കരയിൽ നിന്നു. എല്ലാവരും വള്ളത്തിൽ കയറിയെന്നുറപ്പുവരുത്തി. തള്ളു, വേഗം തള്ളു, ബ്ലൈ ഉത്തരവിട്ടു. അപ്പോഴേക്കും ദ്വീപുവാസികൾക്ക് ക്ഷമ നശിച്ചിരുന്നു. ആദ്യത്തെ കല്ല് പാഞ്ഞു വന്നു. പിന്നാലെ കല്ലുകളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടായി. ആക്രമിക്കൂ! ആദിവാസികൾ ആക്രോശിച്ചു. അവർ വള്ളത്തിനു നേരെ പാഞ്ഞെടുത്തു. വള്ളം വെള്ളത്തിലേക്കിറക്കിയെങ്കിലും കരയുമായി ബന്ധിപ്പിച്ചിരുന്ന കയർ അഴിക്കാൻ സാധിച്ചില്ല. ആദിവാസികൾ ആ കയറിൽ പിടിച്ചു വലിക്കാൻ തുടങ്ങി. വള്ളം തിരികെ കരയിലേക്ക് നീങ്ങി. മരണം മുന്നിൽ കണ്ട നിമിഷം. അപ്പോഴാണ് ക്വാർട്ടർ മാസ്റ്റർ ജോൺ നോർട്ടൺ അത് ചെയ്തത്. ആജാനുബാഹുവായ ആ മനുഷ്യൻ വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തുചാടി. ഞാൻ കയറിറക്കാം, അയാൾ വിളിച്ചു പറഞ്ഞു. നോർട്ടൺ കരയിലേക്ക് ഓടിക്കയറി. കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് വള്ളത്തെ പിടിച്ചു നിർത്തിയിരുന്ന കയർ അറുത്തുമാറ്റി. വള്ളം സ്വതന്ത്രമായി. പക്ഷേ നോർട്ടൺ ഒറ്റപ്പെട്ടുപോയി. നോർട്ടൺ, തിരികെ വരൂ! ബ്ലൈയും മറ്റുള്ളവരും അലറിക്കരഞ്ഞു. പക്ഷേ വൈകിപ്പോയിരുന്നു. ആദിവാസികൾ ഒരു വലിയ തിരമാല പോലെ നോർട്ടനുമേൽ വീണു. കല്ലുകളും വടികളും കൊണ്ട് അവർ അയാളെ ആക്രമിച്ചു. തലയ്ക്ക് കല്ലുകൊണ്ടടിയേറ്റ നോർട്ടൺ മണലിൽ വീണു. വള്ളത്തിലിരുന്ന നാവികർക്ക് ആ കാഴ്ച കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്ത ആ മനുഷ്യന്റെ അവസാന നിലവിളി തിരമാലകളുടെ ഇരമ്പലിൽ മുങ്ങിപ്പോയി. തള്ളൂ, വേഗം തള്ളൂ, ബ്ലൈ അലറി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ തളരാൻ സമയമില്ലായിരുന്നു. ആദിവാസികൾ വെറുതെ വിട്ടില്ല. അവർ തങ്ങളുടെ ചെറുവള്ളങ്ങളിൽ നാവികരെ പിന്തുടർന്നു. കല്ലുകൾ ഇപ്പോഴും വായുവിൽ പറന്നുവരുന്നുണ്ടായിരുന്നു. വള്ളത്തിലുള്ള പലർക്കും പരിക്കേറ്റു. ഒടുവിൽ നാവികർ തങ്ങളുടെ വസ്ത്രങ്ങളും തൊപ്പികളും കടലിലേക്കെറിഞ്ഞുകൊടുത്തു. ആദിവാസികൾ അതെടുക്കാൻ വേണ്ടി നിർത്തി. ആ തക്കത്തിന് ബ്ലൈയും സംഘവും തുഴഞ്ഞ് ഉൾക്കടലിലേക്ക് നീങ്ങി. ഇരുട്ടു വീണു. ടോഫുവ ദ്വീപ് അകലെ ഒരു കറുത്ത പൊട്ടുപോലെയായി. വള്ളത്തിൽ ശ്മശാനമൂകതയായിരുന്നു. അല്പം മുൻപ് വരെ കൂടെയുണ്ടായിരുന്ന ജോൺ നോർട്ടൺ ഇപ്പോൾ ഇല്ല. ആ ദ്വീപിലെ മണലിൽ ചോരയിൽ കുളിച്ചയാൾ കിടക്കുന്നു. ബ്ലൈ എല്ലാവരെയും നോക്കി. ഇനി ഒരു ദ്വീപിലും നമ്മൾ ഇറങ്ങില്ല, അദ്ദേഹം തീർപ്പിച്ചു പറഞ്ഞു. നമ്മൾ കണ്ടില്ലേ, ആദിവാസികൾ നമ്മളെ കൊലപ്പെടുത്തും. ഇനി കരകയറുന്നത് ടിമോറിൽ മാത്രമായിരിക്കും. നാവികർ ഞെട്ടിപ്പോയി. ടിമോറിലേക്കിനിയും 3000-ലധികം മൈലുകളുണ്ട്. നോർട്ടന്റെ മരണം അവരെ തളർത്തിയിരുന്നു. പരിക്കേറ്റവർ വേദന കൊണ്ട് ഞരങ്ങി. സർ, നമുക്കെങ്ങനെ ടിമോറിലെത്താൻ കഴിയും? വെള്ളമില്ല, ഭക്ഷണമില്ല, വില്യം കോൾ ചോദിച്ചു. നമ്മുടെ മുന്നിൽ 2 വഴികളേ ഉള്ളൂ, ബ്ലൈ പറഞ്ഞു. ഒന്നുകിൽ നോർട്ടനെപ്പോലെ ഏതെങ്കിലും ദ്വീപിൽ വെച്ച് ക്രൂരമായി കൊല്ലപ്പെടുക, അല്ലെങ്കിൽ പട്ടിണി കിടന്നാണെങ്കിലും ഈ കടൽ താണ്ടി ടിമോറിലെത്തുക. ഞാൻ 2ാമത്തെ വഴിയാണ് തെരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം വള്ളത്തിലുണ്ടായിരുന്ന തുച്ഛമായ ഭക്ഷണം പരിശോധിച്ചു. ഒരാൾക്ക് ദിവസം 1 ഔൺസ് റൊട്ടിയും ഏകദേശം 1 ബിസ്ക്കറ്റിന്റെ വലിപ്പം, 1/4 കപ്പ് വെള്ളവും, അതും ദിവസത്തിൽ ഒരിക്കൽ മാത്രം. ഇത് നമ്മളെ ജീവനോടെ നിലനിർത്തും, ബ്ലൈ പറഞ്ഞു. ബാക്കി നമ്മുടെ മനക്കരുത്ത് പോലെയിരിക്കും. ആ രാത്രിയിൽ കടൽ ക്ഷോഭിക്കാൻ തുടങ്ങി. വലിയ തിരമാലകൾ ആ കൊച്ചു വള്ളത്തെ വിഴുങ്ങാൻ വെമ്പൽ കൊണ്ടു. ടോഫുവയിലെ ദുരന്തം ഒരു തുടക്കം മാത്രമായിരുന്നു. യഥാർത്ഥ നരകം അവരെ കാത്തിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ജോൺ നോർട്ടന്റെ രക്തം വീണ ടോഫുവ ദ്വീപ് ചക്രവാളത്തിൽ മാഞ്ഞുപോയതോടെ ആ 18 മനുഷ്യരും ക്യാപ്റ്റൻ ബ്ലൈയും യഥാർത്ഥ നരകത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഇനി അവർക്ക് പിന്നിലേക്ക് നോക്കാനില്ല, തിരിച്ചുപോകാൻ കഴിയില്ല. മുന്നിൽ ഒരേ ഒരു വഴി മാത്രം, പടിഞ്ഞാറൻ ദിശയിലേക്ക്, തിമോർ ലക്ഷ്യമാക്കി 3600 മൈൽ ദൂരം. സമുദ്രം ശാന്തമായിരുന്ന ആദ്യത്തെ ഏതാനും മണിക്കൂറുകൾ അവർക്ക് ചിന്തിക്കാൻ സമയം നൽകി.
വള്ളത്തിലെ ഓരോരുത്തരും സ്വന്തം വിധിയെ പഴിക്കുകയായിരുന്നു. 23 അടി മാത്രം നീളമുള്ള 6 അടി 9 ഇഞ്ച് വീതിയുള്ള ആ വള്ളം, ലോഞ്ച് ബോട്ട്, ഇപ്പോൾ അവരുടെ ലോകമായി മാറി. 19 പേർക്ക് അതിൽ കാല് നീട്ടിയിരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ചരക്കുകപ്പലിലെ സാധനങ്ങൾ അടുക്കി വെക്കുന്നതുപോലെ മനുഷ്യർ ഒന്നിനുമേലൊന്നായി തിങ്ങി നിറഞ്ഞിരുന്നു. ക്യാപ്റ്റൻ ബ്ലൈ വള്ളത്തിന്റെ പിൻഭാഗത്തിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് അസാധാരണമായൊരു ഗൗരവമുണ്ടായിരുന്നു. താൻ ഏറ്റെടുത്തിരിക്കുന്നത് അസാധ്യമായൊരു ദൗത്യമാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ഭൂപടങ്ങളില്ലാതെ, കൃത്യമായ നാവിഗേഷൻ ഉപകരണങ്ങളില്ലാതെ, പരിചയമില്ലാത്ത സമുദ്രത്തിലൂടെയുള്ള യാത്ര. ഒരൊറ്റ പിഴവ് മതി, എല്ലാവരും സ്രാവുകൾക്കിരയാകും. എല്ലാവരും ശ്രദ്ധിക്കുക, ബ്ലൈ തന്റെ ശബ്ദം കടുപ്പിച്ചു. നമ്മുടെ കൈവശമുള്ള ഭക്ഷണവും വെള്ളവും വളരെ പരിമിതമാണ്. തിമോറിലെത്താൻ എത്ര ദിവസമെടുക്കുമെന്ന് ആർക്കും അറിയില്ല. ഒരുപക്ഷെ 40 ദിവസം, അല്ലെങ്കിൽ 60 ദിവസം. അതുവരെ നമ്മൾ ജീവിച്ചിരിക്കണം. അദ്ദേഹം ഒരു പുതിയ നിയമം പ്രഖ്യാപിച്ചു. കപ്പലിലെ അച്ചടക്കം ഈ ചെറിയ വള്ളത്തിലും തുടരണം. ഭക്ഷണത്തിന്റെ കണക്ക് അദ്ദേഹം നിശ്ചയിച്ചു. ഒരു ദിവസം ഒരാൾക്ക് ലഭിക്കുക വെറും 1 ഔൺസ് റൊട്ടിയും 1/4 കപ്പ് വെള്ളവും മാത്രം. ഇതളക്കാൻ ബ്ലൈ ഒരു വിദ്യ കണ്ടെത്തി. വള്ളത്തിലുണ്ടായിരുന്ന ചിരട്ടകൾ ഉപയോഗിച്ച് അദ്ദേഹം ഒരു ചെറിയ ത്രാസ് ഉണ്ടാക്കി. റൊട്ടി അളക്കാൻ തൂക്കക്കട്ടിയായി അദ്ദേഹം ഉപയോഗിച്ചത് തന്റെ കൈവശമുണ്ടായിരുന്ന ഒരു തോക്കിന്റെ ഉണ്ടയായിരുന്നു. ആ ചെറിയ ഉണ്ടയുടെ ഭാരം, അതായിരുന്നു ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ ആഹാരം. ഇതിൽ കൂടുതൽ ആരും പ്രതീക്ഷിക്കരുത്, ബ്ലൈ കർശനമായി പറഞ്ഞു. ആരെങ്കിലും ഭക്ഷണം മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ അവനെ കടലിലേക്കെറിയും. ആദ്യത്തെ 2 ദിവസങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. പട്ടിണി വയറ്റെറിഞ്ഞു തുടങ്ങിയെങ്കിലും ജീവൻ ബാക്കിയുണ്ടല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു അവർ. എന്നാൽ 3-ാം ദിവസം സമുദ്രം അതിന്റെ തനിനിറം കാണിച്ചു തുടങ്ങി. ആകാശം ഇരുണ്ടുകൂടി. കറുത്ത കാർമേഘങ്ങൾ സൂര്യനെ വിഴുങ്ങി. പസഫിക് സമുദ്രത്തിൽ പെട്ടെന്നുണ്ടാകുന്ന കൊടുങ്കാറ്റുകളിലൊന്ന് ആഞ്ഞടിച്ചു. കാറ്റ് ചൂളം വിളിച്ചു. ശാന്തമായിരുന്ന കടൽ പെട്ടെന്ന് രൗദ്രഭാവം പൂണ്ടു. തിരമാലകൾ പർവ്വതങ്ങളെപ്പോലെ ഉയർന്നു പൊങ്ങി. ആ ചെറിയ വള്ളം ഒരു കളിപ്പാട്ടം പോലെ തിരമാലകൾക്കിടയിൽ ആടിയുലഞ്ഞു. ഓരോ തവണ വള്ളം താഴേക്ക് പതിക്കുമ്പോഴും കൂറ്റൻ തിരമാലകൾ വള്ളത്തിന് മുകളിലൂടെ അടിച്ചുകയറി. നിമിഷനേരം കൊണ്ട് വള്ളത്തിൽ വെള്ളം നിറഞ്ഞു. വെള്ളം കോരിക്കളയൂ, വേഗം, ബെയിൽ, ബെയിൽ ഫോർ യുവർ ലൈഫ്സ്, ബ്ലൈ അലറി. ക്ഷീണിച്ചവശരായ നാവികർ ജീവൻ രക്ഷിക്കാനായി വെപ്രാളപ്പെട്ടു. തൊപ്പികൾ, ചിരട്ടകൾ, പാത്രങ്ങൾ, ഷൂസുകൾ, കിട്ടിയതെല്ലാം ഉപയോഗിച്ച് അവർ വള്ളത്തിൽ നിന്ന് വെള്ളം കോരിക്കളയാൻ തുടങ്ങി. മഴ തിമിർത്തു പെയ്യുകയായിരുന്നു. കടലിലെ ഉപ്പുവെള്ളവും മഴവെള്ളവും ചേർന്ന് അവർ നനഞ്ഞു കുതിർന്നു. വള്ളം ഭാരം കൊണ്ട് താഴാൻ തുടങ്ങി. ഭാരം കുറയ്ക്കണം, മാസ്റ്റർ ഫ്രയർ വിളിച്ചു പറഞ്ഞു. അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന അധിക വസ്ത്രങ്ങൾ, കയറുകൾ, പഴയ പായകൾ എന്നിവ അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ടും വള്ളം അപകടാവസ്ഥയിൽ തന്നെ തുടർന്നു. രാത്രി മുഴുവൻ അവർ ഉറങ്ങാതെ വെള്ളം കോരിക്കളഞ്ഞു. കൈകൾ കുഴഞ്ഞു, ശരീരം തളർന്നു. പക്ഷെ ആരെങ്കിലും ഒന്ന് വിശ്രമിച്ചാൽ വള്ളം മുങ്ങുമെന്നവർക്കറിയാമായിരുന്നു. രാത്രിയിലെ തണുപ്പ് അസഹനീയമായിരുന്നു. നനഞ്ഞ വസ്ത്രങ്ങളുമായി തണുത്ത കാറ്റേറ്റ് അവർ വിറച്ചു. പല്ലുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം കാറ്റിന്റെ ഇരമ്പലിലും കേൾക്കാമായിരുന്നു. പലർക്കും പേശികൾ കൂച്ചിവലിച്ചു, ക്രാംസ്. കാലുകൾ നീട്ടാൻ സ്ഥലമില്ലാത്തതിനാൽ അവർ വളഞ്ഞുകൂടിയിരുന്നു. നേരം വെളുത്തപ്പോൾ കൊടുങ്കാറ്റ് അല്പം ശമിച്ചു. പക്ഷേ സൂര്യൻ ഉദിച്ചില്ല. ആകാശം ഇപ്പോഴും മേഘാവൃതമായിരുന്നു. നനഞ്ഞ വസ്ത്രങ്ങൾ ഉണക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ബ്ലൈ തന്റെ ചെറിയ ബുക്കിൽ കുറിച്ചു. രാത്രി ഭയാനകമായിരുന്നു. പലരും മരവിച്ച് മരിക്കാറായ അവസ്ഥയിലാണ്. പക്ഷേ ഞങ്ങൾ അതിജീവിച്ചു. ശാരീരികമായ വേദനയേക്കാൾ വലുതായിരുന്നു മാനസികമായ തകർച്ച. ഉറക്കമില്ലായ്മ അവരെ വേട്ടയാടി തുടങ്ങി. ബ്ലൈ ഒരു വാച്ച് സിസ്റ്റം സമ്പ്രദായം ഏർപ്പെടുത്തി. പകുതിപ്പേർ വെള്ളം കോരുമ്പോൾ ബാക്കിയുള്ളവർക്ക് കുറച്ചുനേരം ഇരിക്കാം. പക്ഷേ ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. വള്ളത്തിന്റെ അടിത്തട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ അവിടെ കിടക്കാൻ ആർക്കും കഴിയില്ല. ഇതിനിടയിൽ മറ്റൊരു പ്രശ്നം തലപൊക്കി: മലവിസർജനം. 19 പേർ തിങ്ങി നിറഞ്ഞ ആ ചെറിയ വള്ളത്തിൽ സ്വകാര്യത എന്നത് അസാധ്യമായിരുന്നു. വള്ളത്തിന്റെ വശങ്ങളിൽ തൂങ്ങിക്കിടന്ന് മലവിസർജനം നടത്തുക എന്നത് അപകടകരവും നാണം കെടുത്തുന്നതുമായിരുന്നു. പലർക്കും അതിനുള്ള ആരോഗ്യം പോലുമില്ലായിരുന്നു. വള്ളത്തിലെ നാറ്റം സഹിക്കാവുന്നതിലുമപ്പുറമായി. 5-ാം ദിവസം കടൽ വീണ്ടും ശാന്തമായി. പക്ഷേ അതൊരു കെണിയായിരുന്നു. ഉച്ചവെയിൽ കത്തിക്കാളാൻ തുടങ്ങി. തണലില്ലാത്ത വള്ളത്തിൽ അവർ വെന്തുരുകി. ഉപ്പുവെള്ളം ഉണങ്ങി അവരുടെ ശരീരത്തിൽ ഒരു പാട പോലെ പറ്റിപ്പിടിച്ചു.
വസ്ത്രങ്ങൾ ഉരഞ്ഞ് തൊലി പൊട്ടി, വ്രണങ്ങൾ രൂപപ്പെട്ടു. ഗണ്ണർ പീക്കോവറിന്റെ തുടകൾ ഉപ്പുവെള്ളം തട്ടി പൊട്ടിയിരുന്നു. ഓരോ തവണ വള്ളമാടുമ്പോഴും അയാൾ വേദന കൊണ്ട് പുളഞ്ഞു. എന്നെക്കൊണ്ട് വയ്യ, അയാൾ പിറുപിറുത്തു. ബ്ലൈ എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും തളർന്നുപോയാൽ അത് മറ്റുള്ളവരെ ബാധിക്കും. അദ്ദേഹം തന്റെ പഴയ കഥകൾ പറയാൻ തുടങ്ങി. ക്യാപ്റ്റൻ കുക്കിനൊപ്പം നടത്തിയ യാത്രകൾ, കണ്ട അത്ഭുതങ്ങൾ. നാവികരുടെ ശ്രദ്ധ വേദനയിൽ നിന്ന് മാറ്റാൻ അദ്ദേഹം കിണഞ്ഞു ശ്രമിച്ചു. നമ്മൾ ന്യൂഗിനിയുടെ അടുത്തുകൂടിയാണ് പോകുന്നത്. അവിടെ എത്തിയാൽ നമുക്ക് രക്ഷപ്പെടാം. യഥാർത്ഥത്തിൽ അവർ എവിടെയാണെന്ന് ബ്ലൈക്ക് പോലും കൃത്യമായി അറിയില്ലായിരുന്നു. അദ്ദേഹം നക്ഷത്രങ്ങളെയും സൂര്യനെയും നോക്കി ഊഹിക്കുകയായിരുന്നു. പക്ഷേ ആ കള്ളം അത്യാവശ്യമായിരുന്നു. പ്രതീക്ഷയാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. ഒരു ദിവസം രാവിലെ വള്ളത്തിന്റെ വശത്ത് ഒരു ചെറിയ മീൻ വന്നിടിച്ചു. വിശന്നു വലഞ്ഞ നാവികർ അതിനെ പിടിക്കാൻ ചാടി വീണു. ഒരു ചെറിയ മത്സ്യം. ബ്ലൈ അത് തുല്യമായി വീതിച്ചു. മീനിന്റെ ചോരയും കുടലും പോലും അവർ വെറുതെ വിട്ടില്ല. പച്ചമീനിന്റെ രുചി അവർക്ക് അറപ്പുളവാക്കിയില്ല, മറിച്ച് അത് ജീവന്റെ രുചിയായിരുന്നു. അന്ന് രാത്രി വീണ്ടും മഴ പെയ്തു. ഇത്തവണ ബ്ലൈ ഒരു പുതിയ ബുദ്ധി ഉപദേശിച്ചു. വസ്ത്രങ്ങൾ അഴിച്ചു പിഴിയുക, ആ വെള്ളം ശേഖരിക്കുക. അവർ തങ്ങളുടെ നനഞ്ഞ കുപ്പായങ്ങൾ പിഴിഞ്ഞ് മഴവെള്ളം ശേഖരിച്ചു. ഉപ്പിന്റെ രുചിയുള്ള വിയർപ്പ് കലർന്ന ആ മഴവെള്ളം അവർ ആർത്തിയോടെ കുടിച്ചു. അതവരുടെ നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ കുറയ്ക്കാൻ സഹായിച്ചു. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഒരാഴ്ച പിന്നിട്ടു. നാവികരുടെ ശരീരഭാരം വല്ലാതെ കുറഞ്ഞു. കണ്ണുകൾ കുഴിയിലേക്ക് താഴ്ന്നു. കവിഴൊട്ടി. അവർ മനുഷ്യരെ പോലെയല്ല, മറിച്ച് പ്രേതങ്ങളെപ്പോലെ കാണപ്പെട്ടു. പലരും പരസ്പരം മിണ്ടാതായി. മൗനം മരണത്തിന്റെ മുന്നോടിയായി വള്ളത്തിൽ തളം കെട്ടിനിന്നു. പക്ഷേ ബ്ലൈയുടെ കണ്ണുകൾ ഇപ്പോഴും ജാഗരൂകമായിരുന്നു. അദ്ദേഹം ഉറങ്ങിയിരുന്നില്ല. വള്ളത്തിന്റെ അമരത്തിരുന്ന് വടക്കുനോക്കി യന്ത്രത്തിലേക്ക് നോക്കി അദ്ദേഹം ദിശ നിയന്ത്രിച്ചു. തന്റെ പിന്നിലിരിക്കുന്ന 18 പേരുടെ ജീവൻ ആ ചെറിയ വൃത്തത്തിനുള്ളിലെ സൂചിയിലാണിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോഴാണ് ആ സംഭവം നടന്നത്. വള്ളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നാവികൻ റോബർട്ട് ടിങ്ക്ലർ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് അലറാൻ തുടങ്ങി. അമ്മേ, എനിക്ക് വിശക്കുന്നു, അവരെനിക്ക് ഭക്ഷണം തരുന്നില്ല. അവൻ വിഭ്രാന്തിയിലായിരുന്നു. വിശപ്പും ദാഹവും അവന്റെ സമനില തെറ്റിച്ചിരിക്കുന്നു. അവൻ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ ശ്രമിച്ചു. വള്ളം മറിയുമെന്ന അവസ്ഥയായി. അവനെ പിടിക്കൂ, ബ്ലൈ ആജ്ഞാപിച്ചു. 2 നാവികർ ചേർന്ന് അവനെ ബലമായി പിടിച്ചിരുത്തി. അവൻ അവരെ കടിക്കാനും മാന്താനും ശ്രമിച്ചു. എന്നെ വിടൂ, ഞാൻ വീട്ടിൽ പോവുകയാണ്, ടിങ്ക്ലർ കരഞ്ഞു. ബ്ലൈ അവന്റെ അടുത്തേക്ക് നീങ്ങി. കയ്യിലുണ്ടായിരുന്ന കുറച്ചു വെള്ളം അവന്റെ മുഖത്ത് തളിച്ചു. മകനെ, ശാന്തനാകൂ, നമ്മൾ വീട്ടിൽ പോവുകയാണ്. പക്ഷെ ഇപ്പോൾ നീ അടങ്ങിയിരിക്കണം. ബ്ലൈയുടെ ശബ്ദത്തിൽ അപൂർവമായൊരു വാത്സല്യമുണ്ടായിരുന്നു. ടിങ്ക്ലർ സാവധാനം ശാന്തനായി. അവൻ തളർന്ന് വള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് വീണു. ഇത് കണ്ടപ്പോൾ മറ്റു നാവികർ ഭയന്നു. ഇന്ന് ടിങ്ക്ലറാണെങ്കിൽ നാളെ അത് താനായിരിക്കുമോ? മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതാണ് മരണത്തേക്കാൾ ഭീകരം. ഭയപ്പെടേണ്ട, ബ്ലൈ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നമ്മൾ പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. ഇതൊരു കള്ളമായിരുന്നു. ഇനി കുറച്ചു ദിവസം കൂടി മാത്രം. പക്ഷേ ബ്ലൈയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കാൻ പ്രകൃതി ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അവർ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ മേഖലയിലേക്ക് അടുക്കുകയായിരുന്നു. അവിടെ കൂർത്ത പവിഴപ്പുറ്റുകൾ വായും പിളർന്ന് അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. 26 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പസഫിക് സമുദ്രത്തിലെ ആ ചെറിയ വള്ളം ഇപ്പോൾ ചെന്നു നിൽക്കുന്നത് ഒരു ഭീമാകാരമായ പ്രതിസന്ധിയുടെ മുൻപിലാണ്. ദൂരെ നിന്നൊരു ഇടിമുഴക്കം പോലെ ആ ശബ്ദം അവർ കേട്ടു തുടങ്ങിയിരുന്നു. അടുത്തേക്കെത്തുന്തോറും ആ ശബ്ദം കാതടപ്പിക്കുന്ന ഗർജനമായി മാറി. അത് തിരമാലകളാണ് ക്യാപ്റ്റൻ, മാസ്റ്റർ ഫ്രെയർ വിളിച്ചു പറഞ്ഞു. നമ്മൾ കരയോടടുക്കുകയാണോ? അല്ല, അത് കരയായിരുന്നില്ല. അത് ഗ്രേറ്റ് ബാരിയർ റീഫായിരുന്നു. ഓസ്ട്രേലിയയുടെ തീരത്തോട് ചേർന്ന് 1400 മൈലുകളോളം നീളത്തിൽ കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകളുടെ ശൃംഖല. സമുദ്രത്തിലെ വലിയ തിരമാലകൾ ഈ പവിഴപ്പുറ്റുകളിൽ തട്ടിച്ചിതറുന്ന ശബ്ദമാണ് അവർ കേട്ടത്. അവരുടെ മുന്നിൽ ചക്രവാളം മുഴുവൻ നീളത്തിൽ ഒരു വെളുത്ത മതിൽ പോലെ പതഞ്ഞു പൊങ്ങുന്ന തിരമാലകൾ മാത്രം. അതിനപ്പുറം എന്താണെന്ന് കാണാൻ കഴിയുന്നില്ല. ഇതിനെ മറികടക്കുക എന്നത് അസാധ്യമാണ്. കൂർത്ത പവിഴപ്പുറ്റുകൾ വെള്ളത്തിനടിയിൽ കഠാരകൾ പോലെ നിൽക്കുന്നു. വള്ളം അതിലൊന്ന് തട്ടിയാൽ മതി, തകർന്ന് തരിപ്പണമാകും. തടിയിൽ നിർമ്മിച്ച ആ പഴയ വള്ളത്തിന്
ആ ആഘാതം താങ്ങാനാവില്ല. നമ്മൾ കുടുങ്ങി, ഒരു നാവികൻ നിരാശനായി പറഞ്ഞു. ഇതിലൂടെ വള്ളം ഓടിക്കാൻ കഴിയില്ല. ബ്ലൈ എഴുന്നേറ്റ് നിന്നു. ക്ഷീണം കൊണ്ട് വിറയ്ക്കുന്ന കാലുകൾ ബലമായി ഊന്നി അദ്ദേഹം ആ വെളുത്ത മതിലിലേക്ക് ഉറ്റുനോക്കി. അദ്ദേഹത്തിന് ഭൂപടങ്ങളില്ല, ചാർട്ട്സ്. ഈ പ്രദേശം യൂറോപ്യൻ നാവികർക്ക് അത്ര പരിചിതമല്ല. ക്യാപ്റ്റൻ കുക്കിനൊപ്പം വന്ന ഓർമ്മ മാത്രമാണ് ആകെയുള്ളത്. നമുക്കൊരു വഴി കണ്ടെത്തണം, ബ്ലൈ പറഞ്ഞു. തിരമാലകൾ മുറിയുന്ന എവിടെയെങ്കിലും ഒരു വിള്ളൽ, ഗ്യാപ്പ് ഓർ ചാനൽ ഉണ്ടാകും. അതാണ് നമ്മുടെ വാതിൽ. അവർ വള്ളം പവിഴപ്പുറ്റുകൾക്ക് സമാന്തരമായി ഓടിച്ചു. എല്ലാവരും ശ്വാസമടക്കിപ്പിടിച്ച് ആ പതഞ്ഞു പൊങ്ങുന്ന വെള്ളത്തിലേക്ക് നോക്കിയിരുന്നു. ഒരൊറ്റ പിഴവ്, മരണമുറപ്പ്. സമയം കടന്നുപോയി. ഉച്ചവെയിൽ അവരുടെ തലകളെ ചുട്ടുപൊള്ളിച്ചു. പെട്ടെന്നാണ് ബ്ലൈ അത് കണ്ടത്. ദൂരെ തിരമാലകൾക്കൊരിടത്ത് ചെറിയൊരു വിടവ്. അവിടെ തിരയടി കുറവാണ്. വെള്ളത്തിന് കടും നീല നിറം. അതിനർത്ഥം അവിടെ ആഴമുണ്ട് എന്നാണ്. അവിടെ, ബ്ലൈ വിരൽ ചൂണ്ടി. ആ വിടവിലൂടെ നമ്മൾ കടക്കും. അതൊരു ചൂതാട്ടമായിരുന്നു. ആ വിടവ് എത്ര വീതിയുണ്ടെന്നറിയില്ല. അകത്ത് പാറകളുണ്ടോ എന്നും അറിയില്ല. പക്ഷേ കാത്തുനിൽക്കാൻ സമയമില്ല. തുഴയൂ, സർവശക്തിയും എടുത്തു തുഴയൂ. നാവികർ തങ്ങളുടെ അവശേഷിക്കുന്ന ഊർജം മുഴുവൻ ആവാഹിച്ചു തുഴഞ്ഞു. വള്ളം ആ വിടവിലേക്ക് കുതിച്ചു. ഇരുവശത്തും കൂറ്റൻ തിരമാലകൾ ആകാശത്തോളം ഉയർന്നു പൊങ്ങി നിൽക്കുന്നു. ഭയങ്കരമായ ഇരമ്പൽ. വള്ളം ആ ഇടുങ്ങിയ പാതയിലേക്ക്, ചാനലിൽ പ്രവേശിച്ചു. ഒഴുക്ക് ശക്തമായിരുന്നു. വള്ളം നിയന്ത്രണം വിട്ട് പാറയിൽ ഇടിക്കുമെന്ന് തോന്നിച്ചു. ബ്ലൈ അമരത്ത് മുറുകെ പിടിച്ചു. ഒരു നിമിഷത്തെ ശ്വാസം മുട്ടിക്കുന്ന ഉത്കണ്ഠയ്ക്ക് ശേഷം പെട്ടെന്ന് എല്ലാം ശാന്തമായി. ഇരമ്പൽ നിലച്ചു. വള്ളമൊഴുകിയെത്തിയത് കണ്ണാടി പോലെ തെളിഞ്ഞ ശാന്തമായൊരു തടാകത്തിലേക്കാണ്. ലഗൂൺ. ബാരിയർ റീഫിന്റെ അകത്തെ ഭാഗം. പുറത്ത് സമുദ്രം രൗദ്രഭാവത്തിൽ നിൽക്കുമ്പോൾ അകത്ത് അത് ശാന്തമായിരുന്നു. അടിത്തട്ടിലെ വെളുത്ത മണലും വർണ്ണാഭമായ മീനുകളെയും അവർക്ക് കാണാമായിരുന്നു. നമ്മൾ രക്ഷപ്പെട്ടു, ടിംഗ്ലർ വിശ്വസിക്കാനാവാതെ പറഞ്ഞു. നാവികരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അത് സന്തോഷത്തിൻ്റെതായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി അവർ ശാന്തമായ വെള്ളം കാണുന്നു. വൈകുന്നേരത്തോടെ അവർ റീഫിനുള്ളിലെ ഒരു ചെറിയ ദ്വീപ് കണ്ടെത്തി. മണൽ നിറഞ്ഞ വിജനമായൊരു ദ്വീപ്. ബ്ലൈ അതിന് റെസ്റ്റോറേഷൻ ഐലൻഡ് എന്ന് പേരിട്ടു. കാരണം അത് അവർക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചുപിടിക്കാനുള്ള ഇടമായിരുന്നു. വള്ളം കരയിലടുപ്പിച്ചു. ദിവസങ്ങളോളം, ആഴ്ചകളോളം ഇടുങ്ങിയ വള്ളത്തിലിരുന്നിരുന്ന നാവികർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. പലരും മണലിലേക്ക് ഇഴഞ്ഞിറങ്ങി. കാലുകൾ നീട്ടി നിവർന്നപ്പോഴുണ്ടായ ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. ചിലർ ബോധം കെട്ടുവീണു. നമ്മളിവിടെ തങ്ങും, വെള്ളവും ഭക്ഷണവും കണ്ടെത്തണം. ഭാഗ്യവശാൽ ദ്വീപിലെ പാറകളിൽ നിറയെ ചിപ്പികളുണ്ടായിരുന്നു. നാവികർ ആവേശത്തോടെ അവ ശേഖരിച്ചു. ബ്ലൈയുടെ കൈവശമുണ്ടായിരുന്ന ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൽ നിന്ന് അവർ തീയുണ്ടാക്കി. ഒരു പഴയ ചെമ്പ് പാത്രത്തിൽ അവർ ചിപ്പികളും കുറച്ച് റൊട്ടിയും ചേർത്ത് ഒരു സ്റ്റ്യൂ ഉണ്ടാക്കി. ആ മണം അതവരുടെ മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ പലരും കൊതിയോടെ നോക്കി നിന്നു. ദിവസങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന ചൂടുള്ള ഭക്ഷണം. എല്ലാവർക്കും വയർ നിറയെ കഴിക്കാൻ കിട്ടിയില്ലെങ്കിലും ആ ഭക്ഷണം അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു. അവർ അവിടെ 2 ദിവസം ചിലവഴിച്ചു. ശുദ്ധജലം കണ്ടെത്തി. കാട്ടിലെ ചില പഴങ്ങൾ ബെറീസ് പറിച്ചു തിന്നു. നാവികരുടെ ശരീരത്തിലെ മുറിവുകൾ ഉണങ്ങിത്തുടങ്ങി. പക്ഷേ അവരുടെ ശരീരം ആകെ വികൃതമായിരുന്നു. സ്കർവി എന്ന രോഗം പിടിപെട്ട് മോണകൾ വീർത്തിരുന്നു. പല്ലുകൾ ആടിയിരുന്നു. എല്ലുകൾ എണ്ണിയെടുക്കാവുന്ന വിധം മെലിഞ്ഞുപോയിരുന്നു. ഇതിനിടയിൽ വള്ളത്തിനുള്ളിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തു. വയറ്റിലെ വിശപ്പ് മാറിയപ്പോൾ നാവികർക്ക് പഴയ ദേഷ്യവും വാശിയും തിരിച്ചുവന്നു. കപ്പലിലെ ആശാരിയായ പെർസൽ ബ്ലൈയുമായി തർക്കിച്ചു. ഞാൻ പറയുന്നതുപോലെ നിങ്ങൾ അനുസരിച്ചേ മതിയാകൂ, ബ്ലൈ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കപ്പലിലല്ല ക്യാപ്റ്റൻ. ഇവിടെ ഞാൻ നിങ്ങളെ അനുസരിക്കേണ്ട കാര്യമില്ല. ഞാനും നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്, പെർസൽ ധിക്കാരത്തോടെ പറഞ്ഞു. ബ്ലൈയുടെ മുഖം ചുവന്നു. അച്ചടക്കം ലംഘിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാനാവില്ല. അതനുവദിച്ചാൽ പിന്നെ എല്ലാവരും തിരിയും. ബ്ലൈ വേഗത്തിൽ വള്ളത്തിലേക്ക് നടന്നു. അവിടെ നിന്ന് ഒരു ചെറിയ വാളെടുത്തു. പെർസലിന്റെ നേരെ നടന്നു. ആയുധമെടുക്കൂ പെർസൽ, നിന്നെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ നീ എന്നെ കൊല്ലുക. അച്ചടക്കം ലംഘിക്കുന്ന ഒരാളെയും ഞാൻ ജീവനോടെ വയ്ക്കില്ല, ബ്ലൈ ഗർജിച്ചു. മറ്റുള്ളവർ സ്തംഭിച്ചു നിന്നു. പട്ടിണി കിടന്ന് മരിക്കാതിരുന്നിട്ട് ഇപ്പോൾ ഇവർ തമ്മിൽ അടിച്ചു മരിക്കുമോ? പെർസൽ ഭയന്നുപോയി. ബ്ലൈയുടെ കണ്ണുകളിലെ ഭ്രാന്തമായ ദേഷ്യം കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി ബ്ലൈ വെറുതെ പറയുന്നതല്ല എന്ന്.
ക്ഷമിക്കണം ക്യാപ്റ്റൻ. പെർസൽ തലകുനിച്ചു. ഞാൻ ക്ഷീണം കൊണ്ട് പറഞ്ഞു പോയതാണ്. ബ്ലൈ വാൾ താഴ്ത്തി. ഇനി ഇത് ആവർത്തിക്കരുത്. നമ്മൾ കരയിലാണെങ്കിലും ഞാൻ തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ ക്യാപ്റ്റൻ. ആ സംഭവം എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. മരണം ഇപ്പോഴും കൂടെയുണ്ട്. അത് പട്ടിണിയുടെ രൂപത്തിലല്ലെങ്കിൽ കലഹത്തിന്റെ രൂപത്തിൽ വരാം. മെയ് 31 അവർ വീണ്ടും യാത്ര തിരിച്ചു. റെസ്റ്റോറേഷൻ ദ്വീപിലെ വിശ്രമം അവർക്കല്പം ഊർജം നൽകി. പക്ഷേ ഇനി അവർക്ക് സഞ്ചരിക്കേണ്ടത് ഓസ്ട്രേലിയയുടെ വടക്കേ മുനമ്പിലൂടെയാണ്, ടോറസ് സ്ട്രെയ്റ്റ് എന്ന അപകടകരമായ പാതയിലൂടെ. ടിമോറിലേക്ക് ഇനിയും ദൂരമുണ്ട്. കടൽ വീണ്ടും അവരെ മാടി വിളിച്ചു. പക്ഷേ ഇത്തവണ ഒരു മാറ്റമുണ്ട്. അവർക്ക് പ്രതീക്ഷയുണ്ട്. അസാധ്യമായത് സാധിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം. പക്ഷേ ടിമോറിലേക്കുള്ള വഴിയിൽ കാത്തിരുന്നത് ശാരീരികമായ വേദനയല്ല, മറിച്ച് മാനസികമായ തകർച്ചയായിരുന്നു. വള്ളത്തിലെ ഓരോരുത്തരും മെല്ലെ മെല്ലെ ഭ്രാന്തിന്റെ വക്കിലേക്ക് നീങ്ങുകയായിരുന്നു. ഓസ്ട്രേലിയയുടെ തീരത്തുള്ള ആശ്വാസകരമായ ദിവസങ്ങൾ പെട്ടെന്ന് ഓർമ്മകൾ മാത്രമായി മാറി. റെസ്റ്റോറേഷൻ ഐലൻഡിൽ നിന്ന് പുറപ്പെട്ട് അവർ വീണ്ടും തുറന്ന കടലിലേക്ക്, അറഫുറക്കടലിലേക്ക് പ്രവേശിച്ചു. ബാരിയർ റീഫിന്റെ സംരക്ഷണം വിട്ടതോടെ സമുദ്രം വീണ്ടും അതിന്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു തുടങ്ങി. പക്ഷെ ഇത്തവണ വില്ലൻ തിരമാലകളായിരുന്നില്ല, മറിച്ച് സൂര്യനായിരുന്നു. മെയ് മാസം അവസാനിക്കുകയും ജൂൺ മാസം തുടങ്ങുകയും ചെയ്തു. കാറ്റ് പൂർണ്ണമായും നിലച്ചു. വള്ളമനങ്ങാതെ ഒരിടത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥ. ചുട്ടുപൊള്ളുന്ന വെയിൽ നേരിട്ട് വള്ളത്തിലേക്ക് അടിച്ചിറങ്ങി. തണലെന്നൊന്ന് ആ വള്ളത്തിലുണ്ടായിരുന്നില്ല. നടുക്കടലിൽ ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഉഷ്ണനരകമായി ആ വള്ളം മാറി. നാവികരുടെ ശരീരം വീണ്ടും തളർന്നു. ദ്വീപിൽ നിന്ന് ലഭിച്ച ഊർജമൊക്കെ എരിഞ്ഞു തീർന്നു. നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. നാക്ക് വരളുകയും തൊണ്ടയിൽ മുള്ളുകൾ കുടുങ്ങിയ പോലെ വേദന അനുഭവപ്പെടുകയും ചെയ്തു. പലർക്കും സംസാരിക്കാൻ പോലും ശബ്ദം പുറത്തുവരുന്നില്ല. വെറും മൂളലുകൾ മാത്രം. വെള്ളം, അല്പം വെള്ളം എന്ന ദയനീയമായ അപേക്ഷകൾ ഇടയ്ക്കിടെ ഉയർന്നു. ബ്ലൈ നിസ്സഹായനായിരുന്നു. കൈവശമുള്ള വെള്ളം തീരാറായിരിക്കുന്നു. ഇനി മഴ പെയ്താൽ മാത്രമേ രക്ഷയുള്ളൂ. ദിവസവും നൽകുന്ന 1/4 കപ്പ് വെള്ളമെന്നത് ഇപ്പോൾ 1 ടീസ്പൂണായി കുറയ്ക്കേണ്ടി വന്നു. അത് തൊണ്ട നനയ്ക്കാൻ പോലും തികയില്ലായിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ വന്നപ്പോൾ നാവികർ വള്ളത്തിന്റെ വശങ്ങളിൽ പറ്റിപ്പിടിച്ചിരുന്ന ചെറിയ ജീവികളെയും കടൽ പായലുകളെയും പറിച്ച് തിന്നാൻ തുടങ്ങി. അത് പലപ്പോഴും വയറുവേദനയ്ക്കും ഛർദിക്കും കാരണമായി. പക്ഷേ വിശപ്പിന്റെ വിളിക്കു മുന്നിൽ ഇതൊന്നും പ്രശ്നമായിരുന്നില്ല. അന്നൊരു ദിവസം ഭാഗ്യം വള്ളത്തിലേക്ക് പറന്നു വന്നു. ഒരു ന്യൂഡീസ് അഥവാ ഒരുതരം കടൽ പക്ഷി വള്ളത്തിന്റെ വശത്തു വന്നിരുന്നു. നാവികർ ശ്വാസമടക്കി പിടിച്ചു. കൈകൾ വിറയ്ക്കാതെ വളരെ സാവധാനം അവരതിനെ സമീപിച്ചു. ഒടുവിൽ ഒരു ചാട്ടം. പക്ഷി കൈപ്പിടിയിലായി. ആ നിമിഷം വള്ളത്തിലുണ്ടായ ആർപ്പുവിളി ഭ്രാന്തമായ ഒന്നായിരുന്നു. 19 മനുഷ്യർക്ക് ഒരു ചെറിയ പക്ഷി. ബ്ലൈ കത്തിയെടുത്ത് ആ പക്ഷിയെ 19 കഷ്ണങ്ങളായി മുറിച്ചു. പക്ഷിയുടെ ചോര പോലും അവർ പാഴാക്കിയില്ല. അതവർ വീതിച്ചു കുടിച്ചു. എല്ലുകളും ചുണ്ടും കാലുകളും എല്ലാം ഭക്ഷണമായി. ബ്ലൈ അവിടെ ഒരു പഴയ നാവിക രീതി ഉപയോഗിച്ചു. മുറിച്ചുവെച്ച കഷ്ണങ്ങൾക്ക് നേരെ തിരിഞ്ഞിരുന്ന് ഒരാൾ ചോദ്യം ചോദിക്കും. ഈ കഷ്ണം ആർക്കുള്ളതാണ്? ഹൂ ഷാൽ ഹാവ് ദിസ്? മറ്റൊരാൾ കണ്ണടച്ച് ഒരു പേര് പറയും. അങ്ങനെ പക്ഷിയുടെ ചുണ്ട് കിട്ടിയവനും മാംസം കിട്ടിയവനും കുടൽ കിട്ടിയവനും പരാതിയില്ലാതെ അത് ഭക്ഷിച്ചു. ആ പച്ച മാംസത്തിന് ജീവന്റെ രുചിയായിരുന്നു. എന്നാൽ ശാരീരികമായ തളർച്ചയേക്കാൾ ഭയാനകമായിരുന്നു മാനസികമായ തകർച്ച. വള്ളത്തിലെ സർജൻ അഥവാ ഡോക്ടർ തോമസ് ലെഡ്വേർഡ് ആകെ തളർന്നിരുന്നു. മറ്റുള്ളവരെ ചികിത്സിക്കേണ്ടയാൾ ഇപ്പോൾ മരണത്തോട് മല്ലിടുകയാണ്. എന്നെക്കൊണ്ടിനി വയ്യ ക്യാപ്റ്റൻ, എന്നെ കടലിലേക്ക് എറിയൂ, അയാൾ ഇടയ്ക്കിടെ പറയുമായിരുന്നു. ബ്ലൈ അയാളുടെ അടുത്തിരുന്നു. തോമസ്, നമ്മൾ തോൽക്കാൻ പാടില്ല. തിമോർ അടുത്തെത്തി. എനിക്ക് മണം പിടിക്കാൻ കഴിയുന്നുണ്ട്. ബ്ലൈ കള്ളം പറഞ്ഞു. മറ്റു നാവികരുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. പലരും സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. ഒരാൾ മരിച്ചുപോയ തന്റെ അമ്മയോട് സംസാരിക്കുന്നു. മറ്റൊരാൾ ലണ്ടനിലെ ഒരു ബാറിലിരുന്ന് ബിയർ കുടിക്കുന്നതായി അഭിനയിക്കുന്നു. അവരുടെ കണ്ണുകൾ തുറന്നിരിക്കുമ്പോഴും മനസ്സ് വേറെ ഏതോ ലോകത്തായിരുന്നു. ഇതിനെ ഡെലീരിയം എന്നാണ് വിളിക്കുക.
തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുകയും ശരീരം ഉണങ്ങുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥ. യാഥാർത്ഥ്യവും തോന്നലുകളും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെയായി. ഏറ്റവും ഭയാനകമായ കാര്യം മൗനമായിരുന്നു. ആദ്യ ദിവസങ്ങളിലുണ്ടായിരുന്ന പ്രാർത്ഥനകളും ശകാരങ്ങളും കരച്ചിലുകളും ഇപ്പോൾ ഇല്ല. എല്ലാവരും നിശബ്ദരായി വള്ളത്തിന്റെ അടിത്തട്ടിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം ശ്വാസോച്ഛ്വാസം മാത്രമായി. ബ്ലൈ പോലും ഭയന്നു തുടങ്ങി. തന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചോ? തിമോർ ഇനിയും എത്ര അകലെയാണ്? താൻ ഈ മനുഷ്യരെ അനാവശ്യമായി പ്രതീക്ഷ നൽകി വഞ്ചിക്കുകയാണോ? രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കി ബ്ലൈ തന്റെ ലോഗ് ബുക്കിൽ വിറയ്ക്കുന്ന കൈകളോടെ എഴുതി, "എന്റെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ശക്തിയില്ല. എങ്കിലും ഞാൻ തോൽക്കില്ല. ഒരു ദിവസം കൂടി പിടിച്ചു നിൽക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെടും." ജൂൺ 11 കടലിന്റെ നിറത്തിൽ ഒരു മാറ്റം ബ്ലൈ ശ്രദ്ധിച്ചു. കടും നീല നിറം മാറി വെള്ളത്തിന് ഒരു പച്ചപ്പൊരുന്നു. ചുറ്റുമൊഴുകി നടക്കുന്ന മരക്കഷ്ണങ്ങൾ, ചെറിയ പക്ഷികൾ. "എല്ലാവരും എഴുന്നേൽക്കൂ!" ബ്ലൈ തന്റെ വരണ്ട തൊണ്ടയിൽ നിന്ന് ശബ്ദമുണ്ടാക്കി. "ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. കരയടുത്തുണ്ടായിരിക്കണം." പക്ഷെ ആരും അനങ്ങിയില്ല. അവർക്കതിനുള്ള ശക്തിയുണ്ടായിരുന്നില്ല. ഇത് ക്യാപ്റ്റന്റെ മറ്റൊരു കള്ളമാണ് എന്നവർ കരുതി. "അല്ല, ഇത്തവണ സത്യമാണ്. നോക്കൂ!" ഒരു ചെറിയ പക്ഷി വള്ളത്തിനു മുകളിലൂടെ വട്ടമിട്ട് പറന്നു. അതൊരു കരപ്പക്ഷിയായിരുന്നു. അത് കണ്ടപ്പോൾ ചിലർ തല ഉയർത്തി. കണ്ണുകളിൽ നേരിയ ഒരു തിളക്കം. പക്ഷേ തിമോർ എന്ന ലക്ഷ്യത്തിലേക്കെത്തുന്നതിനു മുൻപ് അവർക്കിനിയും മണിക്കൂറുകൾ തുഴയേണ്ടതുണ്ട്. കാറ്റ് പ്രതികൂലമാണ്. കൈകളിൽ മാംസമില്ലാത്ത എല്ലുകൾ മാത്രമുള്ള കൈകൾ കൊണ്ട് ആ ഭാരമുള്ള വള്ളം തുഴയുക എന്നത് അസാധ്യമായിരുന്നു. "നമ്മൾ മരിക്കും," എൽഫിൻസ്റ്റൺ എന്ന നാവികൻ പിറുപിറുത്തു. "നമ്മൾ കര കാണും, പക്ഷേ കരയിലിറങ്ങാൻ നമുക്ക് കഴിയില്ല." അതൊരു ശാപം പോലെ തോന്നി. കര തൊട്ടുമുന്നിൽ കാണാമെങ്കിലും അവിടെ എത്താൻ കഴിയാതെ കടലിൽ വെച്ച് മരിക്കുക, അതിലും വലിയ ദുരന്തമില്ല. പക്ഷേ വിധി അവർക്കായി കരുതിവെച്ചത് മറ്റൊന്നായിരുന്നു. 47 ദിവസത്തെ നരകയാത്രയുടെ അന്ത്യം കുറിക്കാറായി. ചക്രവാളത്തിൽ ഒരു കറുത്ത വര രൂപപ്പെട്ടു. അത് മേഘമല്ല, തിരമാലയല്ല. പുലർച്ചെ മൂടൽമഞ്ഞു മെല്ലെ നീങ്ങിത്തുടങ്ങി. ചക്രവാളത്തിൽ തലേദിവസം കണ്ട ആ കറുത്ത വര ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞുവന്നു. അതൊരു മേഘക്കൂട്ടമായിരുന്നില്ല, അതൊരു മരീചികയായിരുന്നില്ല. അത് പച്ചപിടിച്ച മലനിരകളായിരുന്നു. മരങ്ങളും പാറക്കെട്ടുകളും നിറഞ്ഞ ഉറച്ച ഭൂമി. തിമോർ, "കര, കര!" എന്നു വള്ളത്തിന്റെ മുൻഭാഗത്തിരുന്ന നാവികൻ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആ ശബ്ദം കേട്ട് വള്ളത്തിന്റെ അടിത്തട്ടിൽ ബോധമറ്റു കിടന്നിരുന്നവർ പോലും ഞെട്ടിയുണർന്നു. അവർ വള്ളത്തിന്റെ വശങ്ങളിൽ പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ബ്ലൈ എഴുന്നേറ്റുനിന്ന് തന്റെ ദൂരദർശിനിയിലൂടെ സ്പൈ ഗ്ലാസിലൂടെ നോക്കി. അതെ, സംശയമില്ല, അവർ തിമോർ തീരത്തെത്തിയിരിക്കുന്നു. 47 ദിവസങ്ങൾ, 3618 മൈലുകൾ, ഏകദേശം 5800 കിലോമീറ്റർ. ഒരു തുറന്ന വള്ളത്തിൽ ഭൂപടമില്ലാതെ ഭക്ഷണവും വെള്ളവുമില്ലാതെ നടത്തിയ അവിശ്വസനീയമായ യാത്രയുടെ അന്ത്യം. ആ നിമിഷം വള്ളത്തിലുണ്ടായ വികാരം വാക്കുകൾക്ക് അതീതമായിരുന്നു. ആരും തുള്ളിച്ചാടിയില്ല, ആർക്കും അതിനുള്ള ശക്തിയുമുണ്ടായിരുന്നില്ല. പകരം മെലിഞ്ഞുണങ്ങിയ ആ 19 മനുഷ്യരും പരസ്പരം നോക്കി കരയുകയായിരുന്നു. ചിലർ കൈകൂപ്പി ദൈവത്തെ വിളിച്ചു. ചിലർ ചിരിക്കണോ കരയണോ എന്നറിയാതെ വിങ്ങിപ്പൊട്ടി. "ക്യാപ്റ്റൻ, നമ്മൾ ജയിച്ചു," മാസ്റ്റർ ഫ്രയർ ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ബ്ലൈ ഫ്രയറുടെ തോളിൽ തട്ടി. അദ്ദേഹത്തിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അദ്ദേഹം നിറവേറ്റിയിരിക്കുന്നു. പക്ഷേ യാത്ര അവസാനിച്ചിരുന്നില്ല. അവർക്കിനി സുരക്ഷിതമായ ഒരു തുറമുഖം കണ്ടെത്തണം. തിമോർ ഒരു വലിയ ദ്വീപാണ്. അവിടെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സെറ്റിൽമെന്റ് ഉണ്ട്, കൂപ്പാങ്. അവിടെ എത്തിയാൽ മാത്രമേ അവർക്ക് പൂർണ്ണമായും സുരക്ഷിതരാകാൻ കഴിയൂ. വിജനമായ ഏതെങ്കിലും തീരത്തിറങ്ങിയാൽ ടോഫുവയിൽ സംഭവിച്ചത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അവർ തീരത്തോട് ചേർന്ന് വള്ളം ഓടിക്കാൻ തുടങ്ങി. കരയിൽ നിന്നുള്ള കാറ്റ് വള്ളത്തിലേക്ക് വീശി. ആ കാറ്റിന് മണ്ണിന്റെയും ചെടികളുടെയും ഗന്ധമുണ്ടായിരുന്നു. 47 ദിവസമായി ഉപ്പുവെള്ളത്തിന്റെ ഗന്ധം മാത്രം ശ്വസിച്ച അവർക്ക് ആ മണ്ണിന്റെ മണം ഒരു ലഹരി പോലെ തോന്നി. "നോക്കൂ,"
അവിടെ തെങ്ങുകൾ, ഒരു നാവികൻ ചൂണ്ടിക്കാണിച്ചു. തീരത്തിടതൂർന്നു നിൽക്കുന്ന മരങ്ങളും പച്ചപ്പും. നാവികരുടെ കണ്ണുകൾ ആ പച്ചപ്പിൽ നിന്ന് മാറുന്നില്ല. ഇത്രയും നാൾ നീലനിറം മാത്രം കണ്ട് മരവിച്ച കണ്ണുകൾക്ക് ആ പച്ചപ്പ് വേദനിപ്പിക്കുന്നത്ര മനോഹരമായിരുന്നു. അടുത്ത 2 ദിവസങ്ങൾ അവർ തീരത്തുകൂടി സഞ്ചരിച്ചു. ഇടയ്ക്ക് ചില കുടിലുകളും പുക ഉയരുന്നതും കണ്ടു. പക്ഷേ ബ്ലൈ വള്ളമടുപ്പിക്കാൻ സമ്മതിച്ചില്ല. നമുക്ക് കൂപ്പാങ്ങിലെത്തണം. അവിടെ മാത്രമേ ഡച്ച് ഗവർണർ ഉണ്ടാവുകയുള്ളൂ. അവിടെ മാത്രമേ നമുക്ക് വൈദ്യസഹായം ലഭിക്കൂ. നാവികർക്ക് ക്ഷമ നശിക്കുകയായിരുന്നു. തൊട്ടടുത്ത് കരയുണ്ട്, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്. എന്നിട്ടും ഇനിയും കാത്തിരിക്കണമെന്ന് പറയുന്നത് ക്രൂരതയാണ്. പക്ഷെ ബ്ലൈയുടെ വാക്കുകൾ ധിക്കരിക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ഇതുവരെ അവരെ ജീവനോടെ എത്തിച്ചത് ആ വാശിയാണെന്ന് അവർക്കറിയാമായിരുന്നു. ജൂൺ 14-ാം തീയതി അവർ തിമൂറിന്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് കടന്നു. ദൂരെ ഒരു കോട്ടയും അതിനു മുകളിൽ പാറിക്കളിക്കുന്ന ഒരു പതാകയും കണ്ടു. അത് ഡച്ച് പതാകയാണ്, ബ്ലൈ വിളിച്ചു പറഞ്ഞു. നമ്മൾ കൂപ്പാങ്ങിലെത്തി. നാവികർ തങ്ങളുടെ അവസാനത്തെ ഊർജം സംഭരിച്ചു. വള്ളത്തിൽ അവശേഷിച്ചിരുന്ന ഒരു ചെറിയ തുണിക്കഷ്ണം, ബ്രിട്ടീഷ് പതാക, യൂണിയൻ ജാക്ക്, അവരൊരു കമ്പിൽ കെട്ടി ഉയർത്തി. തങ്ങൾ കടൽക്കൊള്ളക്കാരല്ല, മറിച്ച് ബ്രിട്ടീഷ് റോയൽ നേവിയിലെ നാവികരാണെന്നറിയിക്കാൻ. വള്ളം തുറമുഖത്തേക്കടുത്തു. കരയിൽ നിന്ന ആളുകൾ അത്ഭുതത്തോടെ ആ കാഴ്ച നോക്കി നിന്നു. അതൊരു വള്ളമാണോ അതോ ഒഴുകുന്ന ശവപ്പെട്ടിയാണോ എന്നവർക്ക് സംശയം തോന്നി. വള്ളത്തിലുള്ളവർ മനുഷ്യരാണെന്ന് പറയാൻ കഴിയില്ലായിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ ദ്രവിച്ചു കീറിപ്പറിഞ്ഞിരുന്നു. തൊലി കരിവാളിച്ച് എല്ലിനോടൊട്ടിയിരിക്കുന്നു. പലരുടെയും ശരീരത്തിൽ ഉണങ്ങാത്ത വ്രണങ്ങൾ. മുടിയും താടിയും ജടപിടിച്ച് വന്യജീവികളെപ്പോലെ. കണ്ണുകൾ കുഴിയിൽ താഴ്ന്ന് ഒരുതരം ഭ്രാന്തമായ തിളക്കത്തോടെ നോക്കുന്നു. വള്ളം കരയിൽ മുട്ടി. നാവികർ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ പലരും വള്ളത്തിലേക്ക് തന്നെ വീണു. കാലുകൾക്ക് ശരീരത്തെ താങ്ങാനുള്ള ശക്തിയില്ല. കരയിലുണ്ടായിരുന്ന ഡച്ച് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഓടിവന്നു. അവർ ആ അസ്ഥികൂടങ്ങളെ താങ്ങിയിറക്കി. ബ്ലൈ വള്ളത്തിൽ നിന്നിറങ്ങി. അദ്ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരു ക്യാപ്റ്റന്റെ ഗാംഭീര്യം അദ്ദേഹം കൈവിട്ടില്ല. അവിടെ എത്തിയ ഡച്ച് ഉദ്യോഗസ്ഥന്റെ മുന്നിൽ അദ്ദേഹം നിവർന്നു നിന്നു. അല്ലെങ്കിൽ നിൽക്കാൻ ശ്രമിച്ചു. ഞാൻ ലഫ്റ്റനന്റ് വില്യം ബ്ലൈ, HMS ബൗണ്ടിയിലെ ക്യാപ്റ്റൻ, അദ്ദേഹം പറഞ്ഞു. ശബ്ദം നേർത്തതായിരുന്നു, എങ്കിലും അതിൽ അഭിമാനമുണ്ടായിരുന്നു. ഇവരെന്റെ നാവികരാണ്. ഞങ്ങളൊരു വലിയ കലാപത്തെ അതിജീവിച്ചു. ഡച്ച് ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന കപ്പലോ? ഇത്രയും ചെറിയ വള്ളത്തിലോ? ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അവരെ ഉടൻ തന്നെ ഗവർണറുടെ വസതിയിലേക്ക് കൊണ്ടുപോയി. അവർക്ക് ഭക്ഷണം നൽകി, റൊട്ടിയും ചായയും സൂപ്പും. പക്ഷെ അത് കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ചുരുങ്ങിയ ഭക്ഷണം കഴിച്ച് ശീലിച്ച വയറ് പെട്ടെന്ന് ഭക്ഷണം കണ്ടപ്പോൾ അത് നിരസിച്ചു. പലരും ഛർദ്ദിച്ചു. ബ്ലൈ ഒരു കസേരയിലിരുന്നു. 47 ദിവസങ്ങൾക്കു ശേഷം ആദ്യമായൊരു കസേര, സുരക്ഷിതമായൊരു മേൽക്കൂര. അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്ന് ആ ചെറിയ ബുക്ക്, ലോഗ് ബുക്ക്, പുറത്തെടുത്തു. അതിൽ അവസാനത്തെ വരി എഴുതി: ദൈവകാരുണ്യത്താൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കുന്നു. അസാധ്യമായത് ഞങ്ങൾ സാധിച്ചു. അന്ന് രാത്രി അവർക്ക് കിടക്കാൻ മൃദുവായ കിടക്കകൾ ലഭിച്ചു. പക്ഷെ വിചിത്രമെന്ന് പറയട്ടെ, ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. കട്ടിലിന്റെ മൃദുലത അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കി. പലരും തറയിൽ കിടന്നു. കടലിന്റെ ഇരമ്പലില്ലാതെ, വള്ളത്തിന്റെ ആട്ടമില്ലാതെ ഉറങ്ങാൻ അവർക്ക് കഴിയുന്നില്ലായിരുന്നു. ശാരീരികമായി അവർ രക്ഷപ്പെട്ടു. പക്ഷെ അവരുടെ മനസ്സ് ഇപ്പോഴും ആ 23 അടി വള്ളത്തിൽ നടുക്കടലിൽ തന്നെയായിരുന്നു. കൂപ്പാങ്ങിലെ ജീവിതം അവർക്ക് സ്വർഗ്ഗതുല്യമായിരുന്നു. പക്ഷെ വിധി അവരെ വെറുതെ വിടാൻ തീരുമാനിച്ചിരുന്നില്ല. പട്ടിണിയെയും കടലിനെയും തോൽപ്പിച്ച അവർക്ക് മുന്നിൽ പുതിയൊരു ശത്രു കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഉഷ്ണമേഖലാ രോഗങ്ങൾ, ട്രോപ്പിക്കൽ ഡിസീസസ്. തിമോറിലെ കാറ്റവർക്ക് ആശ്വാസം നൽകിയെങ്കിലും അതിൽ മരണത്തിന്റെ വിത്തുകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഡേവിഡ് നെൽസൺ, സസ്യശാസ്ത്രജ്ഞൻ, ആദ്യത്തെ ഇരയാകാൻ പോകുകയായിരുന്നു. കൂപ്പാങ്ങിലെ ആദ്യത്തെ പ്രഭാതം. സൂര്യപ്രകാശം മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ ക്യാപ്റ്റൻ ബ്ലൈ കണ്ണു തുറന്നു. ഒരു നിമിഷം അദ്ദേഹം എവിടെയാണെന്ന് ഓർത്തെടുക്കാൻ പാടുപെട്ടു. വള്ളത്തിന്റെ ആട്ടമില്ല, മുഖത്തടിക്കുന്ന ഉപ്പുവെള്ളമില്ല, കാതടപ്പിക്കുന്ന തിരമാലകളുടെ ഇരമ്പലില്ല. പകരം പക്ഷികളുടെ ചിലച്ചിൽ മാത്രം. അദ്ദേഹം കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ കാലുകൾ തറയിൽ ഉറയ്ക്കുന്നില്ല. 47 ദിവസത്തോളം മടക്കി വച്ചിരുന്ന കാലുകൾ നിവർന്നപ്പോൾ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി വേദനിച്ചു.
മുറിയിലെ വലിയ കണ്ണാടിയിൽ അദ്ദേഹം സ്വന്തം പ്രതിബിംബം കണ്ടു. അതൊരു മനുഷ്യനായിരുന്നില്ല, മറിച്ചൊരു പ്രേതമായിരുന്നു. കവിളുകൾ കുഴിഞ്ഞുപോയിരിക്കുന്നു, കണ്ണുകൾക്കു ചുറ്റും കറുത്ത പാടുകൾ, ചർമ്മമുണങ്ങി വികൃതമായിരിക്കുന്നു. ഒരു 35-കാരൻ്റെ രൂപമായിരുന്നില്ല അത്, മറിച്ച് 60 വയസ്സ് കഴിഞ്ഞൊരു വൃദ്ധനെ പോലെ അദ്ദേഹം കാണപ്പെട്ടു. പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച അതിലും ദയനീയമായിരുന്നു. തൻ്റെ നാവികർ വരാന്തയിലും മുറ്റത്തും ഇരിക്കുന്നു. അവർക്ക് നടക്കാൻ കഴിയില്ല. പലരും 4 കാലിൽ ഇഴയുകയായിരുന്നു. ഡച്ച് ഗവർണറായ വില്യം അഡ്രിയാൻ വാൻ എസ്റ്റേ അവർക്കെല്ലാ സഹായങ്ങളും നൽകി. വൃത്തിയുള്ള വസ്ത്രങ്ങൾ, മരുന്നുകൾ, പോഷകസമൃദ്ധമായ ഭക്ഷണം. എന്നാൽ ഈ ആഡംബരങ്ങൾ അവർക്ക് പുതിയൊരു നരകമാണ് സമ്മാനിച്ചത്. ദീർഘനാൾ പട്ടിണി കിടന്ന വയറിലേക്ക് പെട്ടെന്ന് നല്ല ഭക്ഷണം എത്തിയപ്പോൾ ശരീരം പ്രതികരിച്ചു തുടങ്ങി. പലർക്കും കഠിനമായ വയറുവേദനയും ഛർദിയും അനുഭവപ്പെട്ടു. കാലുകളിൽ നീർവീക്കം, ഇഡീമ വന്നു. മെലിഞ്ഞുണങ്ങിയ കാലുകൾ പെട്ടെന്ന് വീർത്തു തുടങ്ങി. നടക്കാനാവാത്ത അവസ്ഥ. പക്ഷെ ശാരീരിക വേദനയേക്കാൾ വലുതായിരുന്നു അവരനുഭവിച്ച മാനസികാഘാതം. 19 പേരും ജീവനോടെ തിരിച്ചെത്തിയെന്നത് ഒരത്ഭുതമായിരുന്നു. എന്നാൽ ആ വിജയം ആഘോഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ടോസുവിൽ മരിച്ച ജോൺ നോട്ടന്റെ മുഖം അവരുടെ ഉറക്കത്തെ വേട്ടയാടി. നമ്മളിവിടെ സുരക്ഷിതരാണ്, ബ്ലൈ എല്ലാവരോടും പറഞ്ഞു. ഇനി നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് പോകും. അവിടെ ഫ്ലെച്ചർ ക്രിസ്റ്റിനും കൂട്ടരും ചെയ്ത ചതിക്കും മറുപടി പറയേണ്ടി വരും. ബ്ലൈയുടെ മനസ്സിലിപ്പോൾ അതിജീവനത്തിനായുള്ള പോരാട്ടമല്ല, മറിച്ച് പ്രതികാരത്തിനായുള്ള ദാഹമായിരുന്നു. തന്നെ അപമാനിച്ച് മരണത്തിന് വിട്ടുകൊടുത്ത ആ വിമതരെ തൂക്കിലേറ്റണം. അതിന് താൻ ജീവനോടെ ഇംഗ്ലണ്ടിലെത്തണം. അദ്ദേഹം ഡച്ച് അധികാരികളുടെ സഹായത്തോടെ ഒരു കത്ത് തയ്യാറാക്കി. ഇംഗ്ലണ്ടിലെ അഡ്മിറാലിറ്റിക്ക് അയക്കാനുള്ള കത്ത്. അതിൽ ബൗണ്ടിയിലെ കലാപത്തെക്കുറിച്ചും ക്രിസ്റ്റിന്റെ ചതിയെക്കുറിച്ചും വിശദമായി എഴുതി. എന്നാൽ വിധി മറ്റൊരു ക്രൂരത കൂടി അവർക്കായി കാത്തുവച്ചിരുന്നു. ജൂലൈ മാസത്തിലെ ഒരു സായാഹ്നം. കൂപ്പാങ്ങിലെ തണുത്ത കാറ്റ് വീശുന്നു. സസ്യശാസ്ത്രജ്ഞനായ ഡേവിഡ് നെൽസൺ പെട്ടെന്ന് കുഴഞ്ഞു വീണു. നെൽസൺ വെറുമൊരു നാവികനായിരുന്നില്ല. ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യമായ ബ്രെഡ് ഫ്രൂട്ട് ചെടികളെ പരിപാലിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. കലാപകാരികൾ ആ ചെടികൾ കടലിലേക്കെറിഞ്ഞപ്പോൾ സ്വന്തം മക്കൾ മരിച്ചതുപോലെ കരഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം. വള്ളത്തിലെ നരകയാത്രയിലുടനീളം അദ്ദേഹം പിടിച്ചുനിന്നു. പട്ടിണിയെയും ദാഹത്തെയും തോൽപ്പിച്ചു. പക്ഷേ തിമോറിലെ സുരക്ഷിതത്വത്തിൽ വെച്ച് ഒരു ചെറിയ പനി അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. ഉഷ്ണമേഖലാ പനി, ട്രോപ്പിക്കൽ ഫീവർ. ശരീരം തീ പോലെ പഴുത്തു. നാവികർ അദ്ദേഹത്തിന് ചുറ്റും കൂടി. ക്യാപ്റ്റൻ, നെൽസൺ അവശതയോടെ വിളിച്ചു. എന്റെ ചെടികൾ, എന്റെ ഡയറി. വിഷമിക്കേണ്ട നെൽസൺ, ബ്ലൈ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു. നമ്മൾ തിരിച്ചു പോകും. നമ്മൾ വീണ്ടും തഹീദിയിൽ പോയി ചെടികൾ കൊണ്ടുവരും. നെൽസൺ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ചിരി പൂർത്തിയായില്ല. ജൂലൈ 20-ന് സമുദ്രം തോൽപ്പിക്കാൻ കഴിയാതിരുന്ന ആ മനുഷ്യനെ കരയിലെ ഒരു പനി മരണത്തിലേക്ക് കൊണ്ടുപോയി. നെൽസന്റെ മരണം ബാക്കിയുള്ളവരെ വല്ലാതെ ഉലച്ചു. ഇതെന്തൊരു നീതിയാണ്? ഗണ്ണർ പീക്കോവർ ചോദിച്ചു. 3600 മൈൽ തിരമാലകളോട് പൊരുതി ഒടുവിൽ കരയിലെത്തി മരിക്കുകയോ? അവർക്ക് മനസ്സിലായി, തിമോർ ഒരവസാനമല്ല. ഇവിടെയും മരണം പതിയിരിക്കുന്നുണ്ട്. കൂപ്പാങ്ങിലെ കാലാവസ്ഥ പലർക്കും യോജിക്കുന്നില്ല. എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇംഗ്ലണ്ടിലേക്ക് നേരിട്ട് കപ്പലില്ല. അവർക്കാദ്യം ബെറ്റേവിയയിൽ, ഇന്നത്തെ ജക്കാർത്തയിൽ എത്തണം. ഡച്ച് ഈസ്റ്റ് ഇൻഡീസിന്റെ ആസ്ഥാനം. അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കപ്പലുകൾ ലഭിക്കും. പക്ഷേ ബൗണ്ടിയിൽ നിന്ന് കൊണ്ടുവന്ന ആ 23 അടി വള്ളം ഇനി ഉപയോഗിക്കാൻ കഴിയില്ല. അത് കടൽ യാത്രയ്ക്ക് പറ്റിയ അവസ്ഥയിലല്ല. ബ്ലൈ ഒരു തീരുമാനമെടുത്തു. കൂപ്പാങ്ങിൽ വെച്ച് ലേലത്തിൽ വെച്ചിരുന്ന ഒരു ചെറിയ കപ്പൽ, സ്കൂണർ, അദ്ദേഹം വാങ്ങി. 34 അടി നീളമുള്ള ആ കപ്പലിന് അദ്ദേഹം റിസോഴ്സ്, HMS റിസോഴ്സ് എന്നു പേരിട്ടു. കാരണം അവരുടെ കൈവശം അവശേഷിച്ചിരുന്ന ഏക റിസോഴ്സ്, വിഭവം, അവരുടെ ജീവൻ മാത്രമായിരുന്നു. ഓഗസ്റ്റ് 20-ന് അവർ കൂപ്പാങ്ങിൽ നിന്ന് യാത്ര തിരിച്ചു. ഡേവിഡ് നെൽസന്റെ ശവകുടീരം പിന്നിലുപേക്ഷിച്ച്. യാത്ര വീണ്ടും തുടങ്ങി. പക്ഷേ ഇത്തവണ അവർക്ക് ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, തലയ്ക്ക് മുകളിൽ മേൽക്കൂരയുണ്ട്. എന്നിട്ടും നാവികരുടെ ആരോഗ്യം മോശമായിക്കൊണ്ടിരുന്നു. ബെറ്റേവിയ എന്ന നഗരം അറിയപ്പെടുന്നത് തന്നെ യൂറോപ്യന്മാരുടെ ശവപ്പറമ്പ്, ഗ്രേവിയാർഡ് ഓഫ് യൂറോപ്യൻസ് എന്നാണ്. അവിടെ മലേറിയയും കോളറയും പടർന്നു പിടിച്ചിരുന്നു. ഒക്ടോബർ 1-ന് അവർ ബെറ്റേവിയയിലെത്തി. അതൊരു വലിയ നഗരമായിരുന്നു. കപ്പലുകൾ, കച്ചവടക്കാർ, തിരക്ക്. പക്ഷെ വായുവിൽ
രോഗത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. ഇവിടെ വെച്ച് അവർക്ക് ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള കപ്പൽ കണ്ടെത്തണം. ബ്ലൈ ഉടൻ തന്നെ അധികാരികളെ കണ്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ സംഘത്തിലെ പലരും ആശുപത്രിയിലായി. തോമസ് ലെഡ്വേർഡ്, സർജൻ, തീർത്തും അവശനായി. വള്ളത്തിലെ യാത്രയിൽ മറ്റുള്ളവരെ ശുശ്രൂഷിച്ച ആ കൈകൾ ഇപ്പോൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എൽഫിൻസ്റ്റോൺ എന്ന നാവികനും ഗുരുതരാവസ്ഥയിലായി. ബ്ലൈക്ക് മനസ്സിലായി, തന്റെ സംഘമിനിയും കുറയാൻ പോകുകയാണ്. കടൽ അവരിൽ നിന്ന് കവർന്നെടുത്തത് ശരീരത്തിന്റെ ബലമാണ്, എന്നാൽ കര കവർന്നെടുക്കുന്നത് അവരുടെ ജീവൻ തന്നെയാണ്. ഇതിനിടയിൽ ഒരു ഡച്ച് കപ്പൽ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. ബ്ലൈ തനിക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ ആദ്യം പോയി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാം, ബ്ലൈ നാവികരോട് പറഞ്ഞു. നിങ്ങൾ സുഖമായിട്ട് പുറകെ വന്നാൽ മതി. അതൊരു സ്വാർത്ഥതയായിരുന്നില്ല. എത്രയും വേഗം ഇംഗ്ലണ്ടിലെത്തി ഒരു യുദ്ധക്കപ്പലുമായി തിരികെ വന്ന് ക്രിസ്ത്യനെയും കൂട്ടരെയും പിടികൂടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആ പക അദ്ദേഹത്തെ ഉറങ്ങാൻ അനുവദിച്ചില്ല. 1789 ഒക്ടോബർ 16 ബ്ലൈ ബറ്റേവിയയിൽ നിന്ന് യാത്ര തിരിച്ചു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന തന്റെ വിശ്വസ്തരായ നാവികരെയാണ്. അവരിൽ എത്ര പേരെ താൻ ഇനി ജീവനോടെ കാണും എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ബറ്റേവിയയിലെ കാറ്റ് വീശുമ്പോൾ അതിൽ മരണത്തിന്റെ മണി മുഴങ്ങുന്നുണ്ടായിരുന്നു. ബ്ലൈയുടെ യാത്ര അവസാനിക്കാറായി. പക്ഷേ ബൗണ്ടിയിലെ കലാപകാരികളുടെ വിധി കുറിക്കപ്പെടാൻ പോകുന്നതേയുണ്ടായിരുന്നുള്ളൂ. ഒരു ഡച്ച് കപ്പലിൽ നിന്ന് ക്ഷീണിതനായ എന്നാൽ നിശ്ചയദാർഢ്യം മുഖത്തുറ്റുന്ന ഒരു മനുഷ്യൻ ഇറങ്ങിവന്നു. അദ്ദേഹം നേരെ പോയത് അഡ്മിറാലിറ്റി ആസ്ഥാനത്തേക്കാണ്, ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ആസ്ഥാനം. ഗേറ്റിനു മുന്നിൽ നിന്ന് അദ്ദേഹം തന്റെ പേര് പറഞ്ഞു. ക്യാപ്റ്റൻ വില്യം ബ്ലൈ, HMS ബൗണ്ടി. ആ പേര് കേട്ടപ്പോൾ ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി. കാരണം ബൗണ്ടി കപ്പൽ കാണാതായിട്ട് വർഷങ്ങളായിരുന്നു. അത് കടലിൽ മുങ്ങിപ്പോയിട്ടുണ്ടാകും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ മരിച്ചുവെന്ന് കരുതിയ മനുഷ്യനിതാ മുന്നിൽ നിൽക്കുന്നു. ബ്ലൈയുടെ തിരിച്ചുവരവ് ഇംഗ്ലണ്ടിനെ ഇളക്കിമറിച്ചു. ഒരു ചെറിയ വള്ളത്തിൽ 3600 മൈലുകൾ താണ്ടിയ ആ അതിജീവന കഥ പത്രങ്ങളിൽ വലിയ തലക്കെട്ടായി. ബ്ലൈ പെട്ടെന്നൊരു ദേശീയ നായകനായി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭീതിയിൽ കഴിഞ്ഞിരുന്ന ബ്രിട്ടീഷ് ജനതയ്ക്ക് ബ്ലൈയുടെ അച്ചടക്കവും ധൈര്യവും വലിയ ആശ്വാസമാണ് നൽകിയത്. എന്നാൽ ബ്ലൈക്ക് കയ്യടികൾ മാത്രം മതിയായിരുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടത് നീതിയായിരുന്നു. അഡ്മിറാലിറ്റി കോടതിയിൽ വിചാരണ ആരംഭിച്ചു. കപ്പൽ നഷ്ടപ്പെടുത്തിയതിന് ക്യാപ്റ്റനെ വിചാരണ ചെയ്യുക എന്നത് നാവികസേനയുടെ ചട്ടമാണ്. അവിടെ ബ്ലൈ തന്റെ കഥ വിവരിച്ചു. ഫ്ലെച്ചർ ക്രിസ്ത്യൻ എന്ന നന്ദികെട്ട നായ എങ്ങനെയാണ് തന്നെയും വിശ്വസ്തരായ നാവികരെയും മരണത്തിന് വിട്ടുകൊടുത്തതെന്ന് അദ്ദേഹം വികാരാധീനനായി പറഞ്ഞു. അവർ എന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, മൈ ലോർഡ്സ്, ബ്ലൈ മൊഴി നൽകി. എന്റെ കപ്പൽ തട്ടിയെടുത്തു, രാജാവിന്റെ സ്വത്ത് മോഷ്ടിച്ചു. കോടതി ബ്ലൈയെ കുറ്റവിമുക്തനാക്കി. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ധീരതയെ മാനിച്ച് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകി. പക്ഷേ ആ വിജയത്തിനു പിന്നിൽ വലിയൊരു ദുരന്തമൊളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ബറ്റേവിയയിൽ എന്ത് സംഭവിച്ചു? ബ്ലൈ ഇംഗ്ലണ്ടിലേക്ക് പോന്നതിനു ശേഷം ബറ്റേവിയയിൽ ബാക്കിയായ നാവികരുടെ വിധി ദയനീയമായിരുന്നു. യൂറോപ്യന്മാരുടെ ശവപ്പറമ്പ് എന്ന വിളിപ്പേര് ബറ്റേവിയ അന്വർത്ഥമാക്കി. സർജൻ തോമസ് ലെഡ്വേർഡ് വള്ളത്തിലെ നരകയാത്രയിൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ആരോഗ്യം മറന്ന ഡോക്ടർ തനിച്ചു വിറച്ചു മരിച്ചു. എൽഫിൻസ്റ്റോൺ ക്ഷീണം കാരണം ശരീരം തളർന്നു മരിച്ചു. റോബർട്ട് ലാംബ് അജ്ഞാതമായ രോഗം ബാധിച്ച് മരിച്ചു. വള്ളത്തിൽ കയറിയ 19 പേരിൽ ഇംഗ്ലണ്ടിലെ മണ്ണിൽ തിരികെ കാലുകുത്തിയത് വെറും 12 പേർ മാത്രമാണ്. കടലിലെ തിരമാലകൾക്ക് കഴിയാതിരുന്നത് കരയിലെ രോഗങ്ങൾ സാധിച്ചു. ജോൺ നോട്ടൺ ടോഫുവിലും ഡേവിഡ് നെൽസൺ കൂപ്പാങ്ങിലും ബാക്കിയുള്ളവർ ബറ്റേവിയയിലും അന്ത്യവിശ്രമം കൊണ്ടു. ഈ വാർത്ത ബ്ലൈയെ വേദനിപ്പിച്ചെങ്കിലും അത് അദ്ദേഹത്തിന്റെ പക വർദ്ധിപ്പിക്കുകയേ ചെയ്തുള്ളൂ. ബ്രിട്ടീഷ് സാമ്രാജ്യം തങ്ങളുടെ അഭിമാനത്തിനേറ്റ മുറിവുണക്കാൻ തീരുമാനിച്ചു. ഒരു കപ്പലിൽ കലാപം നടന്നാൽ അതിന് കാരണക്കാരായവരെ ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും കണ്ടെത്തി തൂക്കിലേറ്റുക എന്നത് ബ്രിട്ടന്റെ അഭിമാന പ്രശ്നമാണ്. അങ്ങനെ HMS പാൻഡോറ എന്ന യുദ്ധക്കപ്പൽ തയ്യാറായി. അതിന്റെ ദൗത്യം ലളിതമായിരുന്നു: ബൗണ്ടിയിലെ വിമതരെ പിടിച്ചുകൊണ്ടുവരിക, ജീവനോടെയോ അല്ലാതെയോ. പാൻഡോറയുടെ ക്യാപ്റ്റൻ എഡ്വേർഡ് എഡ്വേർഡ്സ് ആയിരുന്നു. ബ്ലൈ കർക്കശക്കാരനായിരുന്നുവെങ്കിൽ എഡ്വേർഡ്സ് ക്രൂരനായിരുന്നു. ദയ എന്ന വാക്ക് അദ്ദേഹത്തിന്റെ നിഘണ്ടുവിലുണ്ടായിരുന്നില്ല. 1790 നവംബറിൽ
പാൻഡോറ പസഫിക് സമുദ്രത്തിലേക്ക് യാത്ര തിരിച്ചു. മാസങ്ങൾ നീണ്ട യാത്ര. 1791 മാർച്ചിൽ പാൻഡോറ തഹീത്തിയിലെത്തി. തഹീത്തിയിൽ അപ്പോഴും ബൗണ്ടിയിലെ ചില വിമതരുണ്ടായിരുന്നു. ഫ്ലെച്ചർ ക്രിസ്ത്യൻ പോയതിനുശേഷം അവിടെ തന്നെ തുടരാൻ ആഗ്രഹിച്ച 14 പേർ. തഹീത്തിയിലെ സുഖലോലുപമായ ജീവിതം ആസ്വദിച്ച് അവർ കഴിയുകയായിരുന്നു. ഒരു ദിവസം രാവിലെ ചക്രവാളത്തിൽ ഒരു ബ്രിട്ടീഷ് കപ്പൽ കണ്ടപ്പോൾ അവർ ആഹ്ലാദിച്ചു. അത് തങ്ങളെ അന്വേഷിച്ചു വന്ന സുഹൃത്തുക്കളാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. പീറ്റർ ഹേവുഡ്, ജോസഫ് കോൾമാൻ തുടങ്ങിയവർ സന്തോഷത്തോടെ കപ്പലിലേക്ക് തുഴഞ്ഞു ചെന്നു. ഞങ്ങൾ ബൗണ്ടിയിലെ നാവികരാണ്, അവർ വിളിച്ചു പറഞ്ഞു. പക്ഷേ കപ്പലിൽ കയറിയ നിമിഷം അവരുടെ ചിരി മാഞ്ഞു. ക്യാപ്റ്റൻ എഡ്വേർഡ്സ് അവരെ സ്വാഗതം ചെയ്തത് ചങ്ങലകളുമായാണ്. നിങ്ങൾ രാജാവിന്റെ തടവുകാരാണ്, എഡ്വേർഡ്സ് പ്രഖ്യാപിച്ചു. തഹീത്തിയിലുണ്ടായിരുന്ന 14 വിമതരെയും പാൻഡോറയിലെ നാവികർ വേട്ടയാടി പിടിച്ചു. കാട്ടിലൊളിച്ചവരെയും വെറുതെ വിട്ടില്ല. എല്ലാവരെയും കപ്പലിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. എഡ്വേർഡ്സ് അവർക്കായി ഒരു പ്രത്യേക തടവറ പണിതിരുന്നു. കപ്പലിന്റെ ഡെക്കിൽ വെറും 11 അടി നീളവും 18 അടി വീതിയുമുള്ള ഒരു മരക്കൂട്. അതിനുള്ളിലേക്ക് വായു കടക്കാൻ ചെറിയ ദ്വാരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ളിൽ 14 മനുഷ്യരെയും ചങ്ങലയിൽ ബന്ധിച്ചടച്ചു. നാവികർ അതിനെ വിളിച്ചു പണ്ടോറയുടെ പെട്ടി, പാൻഡോറാസ് ബോക്സ്. കത്തുന്ന വെയിലിലും മഴയിലും തണുപ്പിലും അവർ ആ കൂടിനുള്ളിൽ കിടന്നു. മഴ വിസർജനം നടത്താൻ പോലും അവരെ പുറത്തിറക്കിയില്ല. കൂടിനുള്ളിൽ തന്നെ അവർ കിടന്നുരുണ്ടു. നരകം ഭൂമിയിൽ പുനർജനിച്ചതുപോലെ. ഫ്ലെച്ചർ ക്രിസ്ത്യൻ എവിടെ? എഡ്വേർഡ്സ് തടവുകാരോട് ചോദിച്ചു. ചാട്ടവാർ അവരുടെ മുതുകിൽ വീണു. പക്ഷേ അവർക്ക് ഉത്തരമില്ലായിരുന്നു. ബൗണ്ടി കപ്പൽ തഹീത്തിയിൽ തിരിച്ചെത്തിയപ്പോൾ തന്നെ ക്രിസ്ത്യനു മനസ്സിലായിരുന്നു ബ്രിട്ടീഷ് നേവി തന്നെ തേടിവരുമെന്ന്. തഹീത്തി സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നോട് കൂറുപുലർത്തുന്ന 8 വിമതരെയും 6 തഹീത്തി പുരുഷന്മാരെയും 11 സ്ത്രീകളെയും കൂട്ടി ക്രിസ്ത്യൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥലം വിട്ടിരുന്നു. എവിടേക്കാണ് പോയത്? എഡ്വേർഡ്സ് അലറി. അറിയില്ല സർ, ആർക്കും അറിയില്ല. ലോകത്തിന്റെ ഭൂപടത്തിലില്ലാത്ത ഏതോ ദ്വീപ് തേടിയാണവർ പോയത്. തടവുകാർ കരഞ്ഞു പറഞ്ഞു. അത് സത്യമായിരുന്നു. ഫ്ലെച്ചർ ക്രിസ്ത്യൻ ബൗണ്ടി കപ്പലുമായി അപ്രത്യക്ഷനായിരിക്കുന്നു. സമുദ്രം അവരെ വിഴുങ്ങിയോ? അതോ അവർ പുതിയൊരു ലോകം കണ്ടെത്തിയോ? എഡ്വേർഡ്സ് രോഷാകുലനായി. ബൗണ്ടി കണ്ടെത്താതെ മടങ്ങുന്നത് നാണക്കേടാണ്. അദ്ദേഹം പസഫിക് സമുദ്രം മുഴുവൻ അരിച്ചുപിറക്കാൻ തുടങ്ങി. ദ്വീപുകൾ തോറും കയറിയിറങ്ങി. ബൗണ്ടിയുടെ ഒരു കഷ്ണം പോലും കണ്ടെത്താനായില്ല. ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം എഡ്വേർഡ്സിന് തിരിച്ചു പോകേണ്ടി വന്നു. പണ്ടോറയുടെ പെട്ടിയിൽ നരകയാതന അനുഭവിക്കുന്ന 14 തടവുകാരുമായി. പക്ഷേ പണ്ടോറയുടെ വിധിയും ശോഭനമായിരുന്നില്ല. ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ ബ്ലൈയുടെ വള്ളം കടന്നുപോയ അതേ ടോറസ് സ്ട്രെയ്റ്റിൽ വെച്ച് പണ്ടോറയും അപകടത്തിൽപ്പെട്ടു. ഗ്രേറ്റ് ബാരിയർ റീഫിലെ കൂർത്ത പവിഴപ്പുറ്റുകളിലിടിച്ച് കപ്പൽ തകർന്നു. കപ്പൽ മുങ്ങുമ്പോൾ എഡ്വേർഡ്സ് ക്രൂരമായൊരു ഉത്തരവ് നൽകി. തടവുകാരെ തുറന്നുവിടരുത്. അവരും കപ്പലിനൊപ്പം മുങ്ങട്ടെ. ദയവായി ഞങ്ങളെ തുറന്നുവിടൂ, ഞങ്ങളും മനുഷ്യരല്ലേ. പണ്ടോറയുടെ പെട്ടിയിൽ നിന്ന് കൂട്ടക്കരച്ചിലുയർന്നു. ഭാഗ്യവശാൽ കപ്പലിലെ ഒരു കീഴ്ജീവനക്കാരൻ മാസ്റ്റർ അറ്റ് ആംസ് മനുഷ്യത്വം കാണിച്ച് അവസാന നിമിഷം കൂടിന്റെ താക്കോൽ എറിഞ്ഞുകൊടുത്തു. 14 പേരിൽ 10 പേർ രക്ഷപ്പെട്ടു. 4 പേർ ചങ്ങലയോടെ കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി. രക്ഷപ്പെട്ട 10 പേരെയും കൊണ്ട് എഡ്വേർഡ്സ് വീണ്ടും യാത്ര തുടർന്നു. ഒടുവിൽ അവർ ഇംഗ്ലണ്ടിലെത്തി. നീണ്ട വിചാരണകൾക്ക് ശേഷം ചിലരെ തൂക്കിലേറ്റാൻ വിധിച്ചു. പീറ്റർ ഹേവുഡിനെ പോലുള്ള ചിലർക്ക് മാപ്പ് ലഭിച്ചു. പക്ഷേ എല്ലാവരുടെയും ചുണ്ടിൽ ഒരേ ഒരു ചോദ്യം ബാക്കിയായി. ഫ്ലെച്ചർ ക്രിസ്ത്യൻ എവിടെ? ലോകം മുഴുവൻ തിരഞ്ഞിട്ടും ബൗണ്ടി കപ്പലിനെ കണ്ടെത്താനായില്ല. അത് വായുവിൽ അലിഞ്ഞുപോയതുപോലെ മാഞ്ഞുപോയി. ബ്ലൈ തന്റെ പ്രതികാരം തീർക്കാൻ കഴിയാതെ അസ്വസ്ഥനായി. വർഷങ്ങൾ കടന്നുപോയി. 18 വർഷങ്ങൾ. ബൗണ്ടിയുടെ കഥ ഒരൈതിഹ്യമായി മാറി. ബ്ലൈ അഡ്മിറലായി ഉയർന്നു. ലോകം പഴയ കാര്യങ്ങൾ മറന്നു തുടങ്ങി. അപ്പോഴാണ് 1808 ഒരു അമേരിക്കൻ തിമിംഗലവേട്ട കപ്പൽ വെയിലിംഗ് ഷിപ്പ് പസഫിക് സമുദ്രത്തിലെ വിജനമായ ഭൂപടത്തിൽ തെറ്റായി രേഖപ്പെടുത്തിയിരുന്ന ഒരു പാറക്കെട്ട് ദ്വീപിനടുത്തുകൂടി പോയത്. പിറ്റ്കൈൻ ഐലൻഡ്. അവിടെ നിന്നൊരു വള്ളം കപ്പലിനടുത്തേക്ക് വന്നു. അതിലുണ്ടായിരുന്ന യുവാക്കൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആരാണ്? അമേരിക്കൻ ക്യാപ്റ്റൻ അത്ഭുതത്തോടെ ചോദിച്ചു. ആ വള്ളത്തിലുണ്ടായിരുന്ന യുവാവ് മറുപടി പറഞ്ഞു. ഞാൻ തേഴ്സ്ഡേ ഒക്ടോബർ ക്രിസ്ത്യൻ, ഫ്ലെച്ചർ ക്രിസ്ത്യന്റെ മകൻ. ലോകം ഞെട്ടിത്തരിച്ചു. ബൗണ്ടിയുടെ രഹസ്യം ചുരുളഴിയാൻ പോകുകയായിരുന്നു. 1808 ഫെബ്രുവരി. പസഫിക് സമുദ്രത്തിലെ വിജനമായ ഒരിടം.
അമേരിക്കൻ തിമിംഗല വേട്ടക്കപ്പലായ ടോപ്പാസ് ഒരു വലിയ പാറക്കെട്ടിനടുത്തുകൂടി സഞ്ചരിക്കുകയായിരുന്നു. ഭൂപടത്തിലില്ലാത്ത അല്ലെങ്കിൽ തെറ്റായി രേഖപ്പെടുത്തിയിരുന്ന ഒരു ദ്വീപായിരുന്നു അത്. ക്യാപ്റ്റൻ മേഹ്യൂ ഫോൾജർ അത്ഭുതത്തോടെ ദൂരദർശിനിയിലൂടെ നോക്കി. വിജനമെന്നു കരുതിയ ആ ദ്വീപിൽ നിന്ന് ഒരു വള്ളം തന്റെ കപ്പലിന് നേരെ വരുന്നു. ആ വള്ളത്തിലുണ്ടായിരുന്ന യുവാക്കൾ കപ്പലിനടുത്തെത്തി. അവരിലൊരാൾ കപ്പലിലേക്ക് നോക്കി ഇംഗ്ലീഷിൽ വിളിച്ചു പറഞ്ഞു, "ഞങ്ങൾക്കൊരു കയറെറിഞ്ഞു തരുമോ?" ക്യാപ്റ്റൻ ഫോൾജർ ഞെട്ടിത്തെറിച്ചുപോയി. പസഫിക് സമുദ്രത്തിന്റെ ഈ വിജനമായ കോണിൽ തഹീത്തിക്കാരുടെ രൂപമുള്ള യുവാക്കൾ എങ്ങനെ ശുദ്ധമായ ഇംഗ്ലീഷ് സംസാരിക്കുന്നു? "നിങ്ങൾ ആരാണ്?" ഫോൾജർ ചോദിച്ചു. "ഞാൻ തേഴ്സ്ഡേ ഒക്ടോബർ ക്രിസ്ത്യൻ," ആ യുവാവ് മറുപടി പറഞ്ഞു. "ഫ്ലെച്ചർ ക്രിസ്ത്യന്റെ മകൻ." ആ നിമിഷം 18 വർഷമായി ലോകം തേടിക്കൊണ്ടിരുന്ന ബൗണ്ടി കപ്പലിന്റെ രഹസ്യം ചുരുളഴിയുകയായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 1790-ൽ തഹീത്തിയിൽ നിന്ന് രക്ഷപ്പെട്ട ഫ്ലെച്ചർ ക്രിസ്ത്യനും 8 വിമതരും 6 തഹീത്തി പുരുഷന്മാരും 11 സ്ത്രീകളും അവസാനം എത്തിച്ചേർന്നത് പിറ്റ്കൈൻ എന്ന ഈ ദ്വീപിലായിരുന്നു. ക്രിസ്ത്യൻ ഈ ദ്വീപ് തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. 1767-ൽ കാർട്ടററ്റ് എന്ന നാവികൻ ഈ ദ്വീപ് കണ്ടെത്തിയിരുന്നെങ്കിലും അദ്ദേഹം ഭൂപടത്തിൽ രേഖപ്പെടുത്തിയ സ്ഥാനം തെറ്റായിരുന്നു. യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് 200 മൈൽ മാറി. അതിനാൽ ബ്രിട്ടീഷ് നേവി ഒരിക്കലും അവിടെ തിരയുകയില്ലെന്ന് ക്രിസ്ത്യൻ ഉറപ്പായിരുന്നു. ദ്വീപിലെത്തിയ ഉടൻ ക്രിസ്ത്യൻ ഒരു കടുത്ത തീരുമാനമെടുത്തു: കപ്പൽ കത്തിക്കുക. ബൗണ്ടി കപ്പൽ തീരത്തുവച്ച് അവർ കത്തിച്ചു ചാമ്പലാക്കി. ഇനി ആർക്കും തിരിച്ചുപോക്കില്ല. ലോകത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ട ജീവിതം. തുടക്കത്തിൽ അതൊരു പറുദീസയായി തോന്നി. വീടുകൾ നിർമ്മിച്ചു, കൃഷി ചെയ്തു. പക്ഷേ മനുഷ്യന്റെ ഉള്ളിലെ ചെകുത്താൻ അവിടെയും ഉണർന്നു. വെള്ളക്കാരായ നാവികർ തഹീത്തി പുരുഷന്മാരെ അടിമകളെപ്പോലെ കണക്കാക്കി. സ്ത്രീകളെ ചൊല്ലി തർക്കങ്ങളുണ്ടായി. ഇതിനിടയിൽ നാവികരിലൊരാളായ വില്യം മക്കോയ് ദ്വീപിലുണ്ടായിരുന്ന ഒരു ചെടിയിൽ നിന്ന് മദ്യം വാറ്റിയെടുക്കാൻ പഠിച്ചു. മദ്യവും അധികാരമോഹവും പിറ്റ്കൈൻ ദ്വീപിനെ ഒരു നരകമാക്കി മാറ്റി. 1793 സെപ്റ്റംബർ 20 കൂട്ടക്കൊലയുടെ ദിനം, മാസക്കർ ഡേ. അടിച്ചമർത്തപ്പെട്ട തഹീതി പുരുഷന്മാർ വെള്ളക്കാർക്കെതിരെ തിരിഞ്ഞു. അവർ തോക്കുകളും ആയുധങ്ങളും മോഷ്ടിച്ചു. ഫ്ലെച്ചർ ക്രിസ്ത്യൻ തന്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് വെടിയൊച്ച കേട്ടു. തിരിഞ്ഞു നോക്കുന്നതിനു മുൻപ് തന്നെ മുതുകിൽ വെടിയേറ്റ് അദ്ദേഹം വീണു. ക്യാപ്റ്റൻ ബ്ലൈയെ വെറുക്കുകയും അദ്ദേഹത്തിനെതിരെ കലാപം നയിക്കുകയും ചെയ്ത ഫ്ലെച്ചർ ക്രിസ്ത്യൻ ഒടുവിൽ സ്വന്തം സങ്കേതത്തിൽ വെച്ച് ദാരുണമായി കൊല്ലപ്പെട്ടു. 33 വയസ്സു മാത്രമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം. "ഓ ദൈവമേ" എന്നായിരുന്നുവത്രേ അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ. പിന്നീട് നടന്നത് ഒരു ചോരപ്പുഴയായിരുന്നു. തഹീദിക്കാർ 5 നാവികരെ കൊന്നു. തിരിച്ചടിയായി കൊല്ലപ്പെട്ട നാവികരുടെ വിധവകൾ, തഹീദി സ്ത്രീകൾ, തഹീദി പുരുഷന്മാരെ വകവരുത്തി. ആണുങ്ങൾ ഭൂരിഭാഗവും മരിച്ചു വീണു. ഒടുവിൽ ആ ദ്വീപിൽ ആകെ അവശേഷിച്ചത് 2 മുതിർന്ന പുരുഷന്മാർ മാത്രം, എഡ്വേർഡ് യങ്ങും ജോൺ ആഡംസും. കൂടെ കുറേ സ്ത്രീകളും കുട്ടികളും. യങ് ആസ്ത്മ വന്ന് മരിച്ചതോടെ ജോൺ ആഡംസ് മാത്രമായി ഏക പുരുഷൻ. അവിടെ ഒരത്ഭുതം സംഭവിച്ചു. മദ്യപാനിയും കലാപകാരിയുമായിരുന്ന ജോൺ ആഡംസ് ബൗണ്ടി കപ്പലിൽ നിന്ന് രക്ഷിച്ചെടുത്ത ഒരു പഴയ ബൈബിൾ കണ്ടെത്തി. അദ്ദേഹം അത് വായിക്കാൻ തുടങ്ങി. പശ്ചാത്താപം അദ്ദേഹത്തെ വേട്ടയാടി. ആ ദ്വീപിലെ കുട്ടികളെ, ഫ്ലെച്ചർ ക്രിസ്ത്യന്റെ മകൻ ഉൾപ്പെടെ, അദ്ദേഹം എഴുത്തും വായനയും പഠിപ്പിച്ചു. ബൈബിളിലെ പാഠങ്ങൾ പകർന്നു നൽകി. രക്തച്ചൊരിച്ചിലിൽ നിന്ന് ശാന്തമായൊരു സമൂഹം അവിടെ ഉയർന്നുവന്നു. 1808-ൽ അമേരിക്കൻ കപ്പൽ അവിടെ എത്തുമ്പോൾ കണ്ടത് ദൈവഭയമുള്ള, സ്നേഹമുള്ള, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ്. ബൗണ്ടിയിലെ കലാപത്തിന്റെ പാപങ്ങൾ ജോൺ ആഡംസ് കഴുകിക്കളഞ്ഞിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ പിന്നീട് ഈ ദ്വീപ് കണ്ടെത്തിയെങ്കിലും ജോൺ ആഡംസിനെ അറസ്റ്റ് ചെയ്തില്ല. ആ വയോധികൻ ആ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ച് അദ്ദേഹത്തെ വെറുതെ വിട്ടു. ഇനി നമ്മുടെ നായകൻ വില്യം ബ്ലൈയുടെ കഥയോ? ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ ബ്ലൈ വെറുതെയിരുന്നില്ല. ബൗണ്ടി ദൗത്യം പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം തോൽക്കാൻ തയ്യാറായിരുന്നില്ല. 1791-ൽ അദ്ദേഹം വീണ്ടും തഹീദിയിലേക്ക് പോയി. HMS പ്രോവിഡൻസ് എന്ന കപ്പലിൽ.
ഇത്തവണ അദ്ദേഹം വിജയിച്ചു. തഹീദിയിൽ നിന്ന് ആയിരക്കണക്കിന് ബ്രെഡ് ഫ്രൂട്ട് ചെടികൾ അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിലെത്തിച്ചു. പക്ഷേ ചരിത്രം കാത്തുവെച്ച ഏറ്റവും വലിയ തമാശ, ഐറണി അവിടെയായിരുന്നു. അടിമകൾക്കു നൽകാനായി കൊണ്ടുവന്ന ആ ശീമച്ചക്ക കഴിക്കാൻ അടിമകൾ വിസമ്മതിച്ചു. അവർക്ക് അതിന്റെ രുചി ഇഷ്ടപ്പെട്ടില്ല. ബ്ലൈ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മുഴുവൻ പാഴായിപ്പോയി എന്ന് പറയാം. എങ്കിലും പിൽക്കാലത്ത് അതവിടത്തെ പ്രധാന ഭക്ഷണമായി മാറി. ബ്ലൈയുടെ ജീവിതം അവിടെയും തീർന്നില്ല. അദ്ദേഹം പിന്നീട് ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലെ ഗവർണറായി നിയമിതനായി. കർക്കശക്കാരനായ ബ്ലൈ അവിടെയും അഴിമതിക്കെതിരെ പോരാടി. അതിന്റെ ഫലമോ മറ്റൊരു കലാപം. 1808 ഓസ്ട്രേലിയയിലെ പട്ടാളക്കാർ ബ്ലൈക്കെതിരെ തിരിഞ്ഞു. ഇതിനെ റം റിബലിയൻ എന്ന് വിളിക്കുന്നു. ചരിത്രത്തിൽ 2 തവണ സ്വന്തം കീഴുദ്യോഗസ്ഥരാൽ തടവിലാക്കപ്പെട്ട ഏക വ്യക്തി ഒരുപക്ഷേ ബ്ലൈ ആയിരിക്കും. വിമതർ അദ്ദേഹത്തെ പിടിക്കുമ്പോൾ അദ്ദേഹം കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് എതിരാളികൾ പ്രചരിപ്പിച്ചു. എന്നാൽ ബ്ലൈ അത് നിഷേധിച്ചു. ഒടുവിൽ വൈസ് അഡ്മിറലായി സ്ഥാനക്കയറ്റം ലഭിച്ച ബ്ലൈ 1817 ലണ്ടനിൽ വെച്ച് അന്തരിച്ചു. മരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ കുടുംബത്തോടൊപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇദ്ദേഹം ബ്രെഡ് ഫ്രൂട്ട് ചെടികളെ വെസ്റ്റ് ഇൻഡീസിലെത്തിച്ചു. പക്ഷേ ലോകം അദ്ദേഹത്തെ ഓർക്കുന്നത് ആ ചെടികളുടെ പേരിലല്ല, മറിച്ച് അസാധ്യമായ ആ 3600 മൈൽ യാത്രയുടെ പേരിലാണ്. ഇന്നും പസഫിക് സമുദ്രത്തിൽ പിറ്റ്കെയിൻ ദ്വീപ് നിലനിൽക്കുന്നു. അവിടെ ഇപ്പോഴും ഫ്ലെച്ചർ ക്രിസ്ത്യന്റെയും മറ്റു വിമതരുടെയും പിന്മുറക്കാർ ജീവിക്കുന്നു. ക്രിസ്ത്യൻ, ആഡംസ്, യങ് എന്നീ കുടുംബപ്പേരുകൾ അവിടെ ഇന്നും കാണാം. ബൗണ്ടി കപ്പലിന്റെ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ കടലിനടിയിൽ വിശ്രമിക്കുന്നു. ആര് ജയിച്ചു, ആര് തോറ്റു? ഫ്ലെച്ചർ ക്രിസ്ത്യൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷേ അതിന്റെ വില സ്വന്തം ജീവനായിരുന്നു. ബ്ലൈ ആഗ്രഹിച്ച നീതി അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷേ ചരിത്രം അദ്ദേഹത്തെ ഒരു വില്ലനായി മുദ്രകുത്തി. ബൗണ്ടിയിലെ കലാപം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യ മനസ്സിന്റെ സങ്കീർണതയാണ്. ഒരേ സമയം ക്രൂരനും എന്നാൽ ജീവിക്കാൻ വേണ്ടി എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയുന്ന പോരാളിയുമാണ് മനുഷ്യൻ. 3600 മൈലുകൾ, 47 ദിവസങ്ങൾ, 19 മനുഷ്യർ, ഒരു ചെറിയ വള്ളം. അതൊരു കഥയല്ല, മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ, വിൽ പവറിന്റെ എക്കാലത്തെയും വലിയ സാക്ഷ്യപത്രമാണ്.